നമുക്ക് പുള്ളിങ് ഡൗൺ ഓഫ് സ്ട്രോങ് ഹോൾഡ്സ് കുറച്ച് കാര്യങ്ങൾ ലിവിങ് ഗോഡ് ഇസ് റിച്ച്ലി ആൾട്ടിങ് സെഞ്ചുറി നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചിന്തിക്കുവാൻ ഫോർ ബദനി ഹോൾമഡ് ലിവിങ് ഗോഡ് ഇസ് റിച്ച്ലി ആൾട്ടിങ് സെഞ്ചുറി വാർ എ ഗുഡ് വാർഫെയർ ഹോൾഡി ഫെയ്ത്ത് ആൻഡ് ഗുഡ് കൺസൈൻസ് സ്റ്റാൻഡ് ഫാസ്റ്റ് ലിബർട്ടി എടുത്ത് ക്രൈസിസ് മെൻസ് ഫ്രീ നമ്മെ അടിമത്തിൽ കൊണ്ടുവരുത് മൈ പീസ് ലിയത്തിൽ ലെറ്റ് അറൗണ്ട് ഒരു ഫ്രൈഡ് ചിന്തിക്കാൻ തക്കണം ദൈവകൃപയിൽ ആശ്രയിക്കാം. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ നവംബർ 6-ാം തീയതി ചിന്തിച്ച ചില കാര്യങ്ങളുടെ ബാക്കി ഭാഗങ്ങൾ നമുക്ക് ചിന്തിക്കാം. ഇവിടെ നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നത് ഫോർ ബദനി ഹോൺ കാൽവട്ടി ലിവിങ് ഗോഡ് ഇസ് റിച്ച്ലി ആൾട്ടിങ് സെഞ്ചുറി വാർ എ ഗുഡ് വാർഫെയർ ഹോൾഡ് ഫെയ്ത്ത് ആൻഡ് ഗുഡ് കൺസൈൻസ് ഫോർ ബദനി ഹോൺ കാൾഡർ ലിബർട്ടി. ഗോഡ് ഈസ് വൺ എന്നുള്ള അർത്ഥത്തിലാണ്, ഗോഡ് ഈസ് വൺ എന്നുള്ള വിഷയമാണ് നമ്മൾ ഇരുന്നത്. ഫോർ ബദനി ഹോൺ കാൾഡർ ലിബർട്ടി. അതിൻ്റെ ബാക്കി ഭാഗങ്ങൾ നമുക്ക് നോക്കാം. തമ്മിൽ ബഹുമാനം യോഹന്നാൻ 5:44 വായിക്കുമ്പോൾ തമ്മിൽ ബഹുമാനം വാങ്ങിക്കൊണ്ട് ഏകദൈവത്തിൻ്റെ പക്കൽ നിന്നുള്ള ബഹുമാനം അന്വേഷിക്കാത്ത നിങ്ങൾക്ക് എങ്ങനെ വിശ്വസിപ്പാൻ കഴിയും? ഹിന്ദിയിൽ വായിക്കുമ്പോൾ തും ജോ ഏക് ദൂസരെ സെ ആദർ ചാത്തെ ഹോ ഓർ വഹ് ആദർ ജോ अद्वैत परमेश्वर की ओर से है नहीं चाहते किस प्रकार विश्वास कर सकते हो? How can you believe which receive honor one of another and seek not the honor that cometh from the God only? ഇവിടെ നമുക്ക് ഏകദൈവമേ ഒരു ഫോർ ബദനി ഹോൺ കാൽവട്ടി ഏകദൈവമേ ഉള്ളൂ എന്ന് മനസ്സിലാക്കാൻ തക്കണം കഴിയുന്നു. ആ ഏകദൈവത്തിൻ്റെ മാനിഫെസ്റ്റേഷനാണ് ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. ഗോഡ് വാസ് മാനിഫെസ്റ്റഡ് ഇൻ ദ ഫ്ലഷ് എന്ന് മനസ്സിലാക്കാൻ നിശ്ചയം കഴിയും. എന്നാൽ അർജുനൻ പാസ്റ്റർ ട്രിവാൻഡ്രം തിരുമല തേലിഭാഗത്തുള്ള അർജുനൻ പാസ്റ്റർ പോലുള്ള വ്യക്തികൾ രണ്ട് വ്യക്തികളായിട്ട് ഫോർ ബദനി ഹോൺ ലിബർട്ടി കണക്കാക്കുകയും ജനങ്ങളെ ഫോർ ബദനി ഹോൺ കാൾഡർ ലിബർട്ടി ജനങ്ങളെ ദുരുപദേശം പറഞ്ഞ് വഴിതെറ്റിക്കാൻ ശ്രമിക്കുന്നു. ഇതിനൊരു അറുതി വരുത്തണം. ഫോർ ബദനി ഹോൺ കാൾഡർ ലിബർട്ടി നമുക്കിനി വായിക്കുമ്പോൾ ഫോർ ബദനി ഹോൺ കാൾഡർ ലിബർട്ടി ലിവിങ് ഗോഡ് ഇസ് റിച്ച്ലി ആൾട്ടിങ് സെഞ്ചുറി. ഇന്ന് നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നത് എഫെസ്യർക്ക് എഴുതിയ ലേഖനം. അവിടെ നമുക്ക് കാണാൻ കഴിയുന്ന 4-ാം അധ്യായത്തിൽ അതിൻ്റെ 4 തൊട്ടുള്ള ഭാഗങ്ങൾ വായിക്കുമ്പോൾ നിങ്ങളെ വിളിച്ചപ്പോൾ ഏക പ്രത്യാശയ്ക്കായി നിങ്ങളെ വിളിച്ചതുപോലെ ശരീരം ഒന്ന് ആത്മാവൊന്ന് കർത്താവ് ഫോർ ബദനി ഹോൺ കാൽവട്ടി കർത്താവ് ഒരുവൻ വിശ്വാസം ഒന്ന് സ്നാനം ഒന്ന് എല്ലാവർക്കും മീതെയുള്ളവനും എല്ലാവരിലും കൂടി വ്യാപരിക്കുന്നവനും എല്ലാവരിലും ഇരിക്കുന്നവനും എല്ലാവർക്കും ദൈവം പിതാവൻ ഒരുവൻ. നമുക്ക് ഹിന്ദിയിൽ വായിക്കുമ്പോൾ ഏക് ഹി ദേഹ് ഹെ और एक ही आत्मा जैसे तुम्हें जो बुलाए गए थे अपने बुलाए जाने से एक ही आशा है, एक ही प्रभु है, एक ही विश्वास, एक ही बपतिस्मा और सबका एक ही परमेश्वर और पिता है जो सबसे ऊपर और फोर बदनी हॉन काल्डर लिबर्टी पुलिंग डाउन स्टोन्स ऊपर और सबके फोर बदनी हॉन काल्डर लिबर्टी नाम अടിമത്തിൽ കൂടി വരുന്നത് सबके मत्ती है और सब में है. ഇവിടെ നമുക്ക് ഇംഗ്ലീഷ് വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന ദർ ഈസ് വൺ ബോഡി ആൻഡ് വൺ സ്പിരിറ്റ് ഈവൻ എസ് യു ആർ കാൾഡ് ഇൻ വൺ ഹോപ്പ് ഓഫ് യുവർ കാളിംഗ് വൺ ലോർഡ് വൺ ഫെയ്ത്ത് വൺ ബാപ്റ്റിസം വൺ ഗോഡ് ആൻഡ് ഫാദർ ഓഫ് ആൾ ഹു ഈസ് എബവ് ആൾ ആൻഡ് ത്രൂ ആൾ ആൻഡ് ഇൻ യു ആൾ ഡു നോട്ട് സി അറ്റ് ആൾ പുള്ളിംഗ് ഡൗൺ ഓഫ് സ്ട്രോങ്ഹോൾഡ്സ് കാസ്റ്റിംഗ് ഡൗൺ ഇമാജിനേഷൻസ് വൺ ഗോഡ് ആൻഡ് ഫാദർ ഓഫ് ആൾ ഹു ഈസ് എബവ് ആൾ ആൻഡ് ത്രൂ ആൾ ആൻഡ് ഇൻ ഫോർ ബദനി ഹോൺ കാൾഡർ ലിബർട്ടി ലിവിങ് ഗോഡ് ഇസ് റിച്ച്ലി ആൾട്ടിങ് സെഞ്ചുറി പുള്ളിംഗ് ഡൗൺ ഓഫ് സ്ട്രോങ്ഹോൾഡ്സ് ഫോർ ബദനി ഹോൺ കാൽവട്ടി ആസ് ഫ്രീ പീസ് ആൻഡ് ഇൻ യു ആൾ. ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് വൺ ഗോഡ് ആൻഡ് ഫാദർ ഓഫ് ആൾ ഫോർ ബദനി ഹോൺ കാൽവട്ടി ഹൂ ഈസ് അബവ് ആൾ ആൻഡ് ത്രൂ ആൾ ആൻഡ് ഇൻ യു ആൾ ഡു നോട്ട് സി അറ്റ് ആൾ പുള്ളിംഗ് ഡൗൺ ഓഫ് ആസ് ഫ്രീ പീസ് യു എക്സിഡിങ് ജോയ് ഗ്രേറ്റ് ലോഡ് ഓഫ് പീസ്. ഇവിടെയും നമുക്ക് കാണാൻ കഴിയുന്നത് എന്താണ്? ഫോർ ബദനി ഹോൺ വട്ടി ദൈവം ഒരുവനേ ഉള്ളൂ എന്നാണ്. ഫോർ ബദനി ഹോൺ കാൾഡർ ലിബർട്ടി നമുക്കുള്ള മഹാവിരുദ്ധം നമ്മുടെ ബലഹീനതകൾ സാധാരണ കാണുവാൻ കഴിയാത്തവനല്ല, പാപൊഴികെ സകലത്തിനും നമുക്ക് തുല്യനെ പരീക്ഷിക്കപ്പെട്ടെന്നത്രയുള്ളത്. ഫോർ ബദനി ഹോൺ കാൾവട്ടി ഇവിടെയും നമുക്ക് ഒരു ദൈവമേ ഏകദൈവമേ ഉള്ളൂ എന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ആ ഏകദൈവത്തിൻ്റെ മാനിഫെസ്റ്റേഷൻ ഗോഡ് വാസ് മാനിഫെസ്റ്റഡ് ഇൻ ദ ഫ്ലഷ്. അതേ ദൈവത്തിന് ക്രിസ്ത്യേഷൻ നമ്മുടെ ഉള്ളിൽ വസിപ്പാൻ കഴിയും, ആത്മരൂപത്തിൽ വസിക്കാൻ കഴിയും. डू नॉट सी अटाल വീഴാതോണം നിങ്ങളെ സൃഷ്ടി पर हम मेम से हर एक को मसीह के दान के परिमाण से अनुग्रह मिला है. എന്നാൽ നമ്മിൽ ഓരോരുത്തരും ക്രിസ്തുവിൻ്റെ ദാനത്തിൻ്റെ അളവിന് ഒത്തവണ്ണം കൃപ ലഭിച്ചിരിക്കുന്നു. ബട്ട് അൺ ടു എവരി വൺ ഓഫ് അസ് ഈസ് ഗിവൺ ഗ്രേസ് അക്കോർഡിംഗ് ടു ദ മെഷർ ഓഫ് ദി ഗിഫ്റ്റ് ഓഫ് ക്രൈസ്റ്റ്. ഇവിടെ നമുക്ക് പല കാര്യങ്ങളും മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ദൈവം ഒരുവനാണ്, പ്രവൃത്തികൾ പലതാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഫോർ ബദനി ഹോൺ കാൾഡർ ലിബർട്ടി 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം നമുക്ക് വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായത്തിന് 4 തൊട്ട് നമുക്ക് വായിക്കുമ്പോൾ
वरदान तो कई प्रकार के हैं परंतु आत्मा एक ही है എന്നാൽ കൃപാവരങ്ങളിൽ വ്യത്യാസമുണ്ട് ആത്മ ഒന്നത്രേ നൗ देयर आर डाइवर्सिटीज ऑफ गिफ्ट्स बट द सेम स्पिरिट और सेवा भी कई प्रकार की है परंतु प्रभु एक ही है एक्सीडिंग लिविंग गॉड इज रिचली ऑल थिंग्स एंजॉय परंतु प्रभु एक ही है ശുശ്രൂഷകളിൽ വ്യത്യാസമുണ്ട് കർത്താവ് ഒരുവൻ ലിവിംഗ് ഗോഡ് ഇസ് റിച്ചലി ആൾ തിങ്സ് എൻജോയ് ഫോർ ബദൻ ഹിൻ കൽവട്ടി ആൻഡ് देयर आर डिफरेंसेस ऑफ एडमिनिस्ट्रेशंस बट द सेम लॉर्ड और प्रभावशाली कार्य कई प्रकार के हैं परंतु परमेश्वर एक ही है जो सब में हर प्रकार का प्रभाव उत्पन्न करता है डू नॉट सी एट ऑल पुल्लिंग डाउन ഓഫ് വീര്യപ്രവർത്തികളിൽ വ്യത്യാസമുണ്ട് എങ്കിലും എല്ലാവരിലും എല്ലാം പ്രവർത്തിക്കുന്ന ദൈവം ഒരുവൻ തന്നെ ആൻഡ് देयर आर ഡൈവേഴ്സിറ്റീസ് ഓഫ് ഓപ്പറേഷൻസ് ബട്ട് ഇറ്റ് ഈസ് ദ സെയിം ഗോഡ് ഹു വർക്കത്ത് ആൾ ഇൻ ആൾ എക്സീഡിംഗ് ജോയ് ഫോർ ബദൻ ഹിൻ കാണുന്നുണ്ട് ഇവിടെ എല്ലാം നമുക്ക് കാണാൻ കഴിയുന്നത് ഏകദൈവമേ ഉള്ളൂ എന്നുള്ള അർത്ഥത്തിൽ ഏകദൈവമേ ഉള്ളൂ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും फोर बदन ह्योन कालवटी किंतु सब के लाभ पहुँच जाने के लिए हर एक को आत्मा का प्रकाश दिया जाता है എന്നാൽ ഓരോരുത്തരും ആത്മാവിൻ്റെ പ്രകാശനം പ്രയോജനത്തിനായി നൽകപ്പെടുന്നു ബട്ട് ദ മാനിഫെസ്റ്റേഷൻ ഓഫ് ദി സ്പിരിറ്റ് ഈസ് ഗിവൺ ടു എവരി മാൻ ടു പ്രോഫിറ്റ് വിതാൾ നമുക്ക് വീണ്ടും കാണാൻ കഴിയുന്നത് അവിടെ എന്താണ് ഫോർ ബദൻ ഹിയോൻ കൾവട്ടി ഇനി നമുക്ക് ഒന്ന് തിമത്തിയോസിൻ്റെ ലേഖനം നമുക്ക് വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണാൻ കഴിയുന്ന എന്താണെന്ന് നോക്കാം ഒന്ന് തിമത്തിയോസ് 3:16 നമുക്ക് വായിക്കുമ്പോൾ ഒരേ ദൈവം തന്നെ നമ്മളെ രക്ഷിക്കാൻ വേണ്ടി ജഡരൂപം എടുത്ത് വന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നു അപ്പോൾ ആ ഏകദൈവം ജഡരൂപത്തിൽ വന്നു അതിൻ്റെ ഒന്ന് തിമത്തിയോസ് 3:16 और इसमें संदेह नहीं कि भक्ति का भेद गंभीर है अर्थात फोर बदन ह्योन कालवटी पुलिंग डाउन स्ट्रॉन्ग होल्ड्स वह जो शरीर में प्रकट हुआ आत्मा में धर्मी ठहरा स्वर्गदूतों को दिखाई दिया अन्य जातियों में उसका प्रचार हुआ जगत में उस पर विश्वास किया गया और महिमा में ऊपर उठाया गया അവൻ ജഡത്തിൽ ഫോർ ബദൻ ഹിയോൻ കാൽവട്ടെ അദ്ദേഹം ജഡത്തിൽ വെളിപ്പെട്ടു ആത്മാവിൽ നീതീകരിക്കപ്പെട്ടു ദൂതന്മാർക്ക് പ്രത്യക്ഷനായി ജാതികളുടെ ഇടയിൽ പ്രസംഗിക്കപ്പെട്ടു ലോകത്തിൽ വിശ്വസിക്കപ്പെട്ടു തേജസ്സിൽ എടുക്കപ്പെട്ടു എന്നിങ്ങനെ ദൈവഭക്തിയുടെ മർമ്മം സമ്മതമാവണ്ണം വലിയതാകുന്നു ആൻഡ് വിത്തൗട്ട് കോൺട്രവേഴ്സി ഗ്രേറ്റ് ഈസ് ദ മിസ്റ്ററി ഓഫ് ഗോഡ്ലിനെസ് ഗോഡ് വാസ് മാനിഫെസ്റ്റ് ഇൻ ദ ഫ്ലഷ് ജസ്റ്റിഫൈഡ് ഇൻ ദ സ്പിരിറ്റ് സീൻ ഓഫ് ഏഞ്ചൽസ് പ്രീച്ച്ഡ് അൺടു ജെന്റൈൽസ് ഫോർ ബദൻ ഹിയോൻ ബട്ട് ജെന്റൈൽസ് ബിലീവ് ഓൺ ഇൻ ദ വേൾഡ് റിസീവ്ഡ് അപ്പ് ഇൻ ടു ഗ്ലോറി പുള്ളിംഗ് ഡു നോട്ട് സി അറ്റ് ആൾ ഹിയർ പുള്ളിംഗ് ഡൗൺ സ്ട്രോങ് ഹോൾഡ്സ് ലിവിംഗ് ഗോഡ് stand fast in liberty where the crisis ministry and be not entangled again in your command do not see at all do not fear ഫോർ ബദൻ ഹിയോൻ കാർഡർ ലിബർട്ടി ഇവിടെ നമുക്ക് വ്യക്തമായിട്ട് കാണാൻ കഴിയുന്നത് ആൻഡ് വിത്തൗട്ട് കോൺട്രവേഴ്സി ഗ്രേറ്റ് ഈസ് ദ മിസ്റ്ററി ഓഫ് ഗോഡ്ലിനെസ് ഗോഡ് വാസ് മാനിഫെസ്റ്റ് ഇൻ ദ ഫ്ലഷ് ജസ്റ്റിഫൈഡ് ഇൻ ദ സ്പിരിറ്റ് സീൻ ഓഫ് ഏഞ്ചൽസ് പ്രീച്ച്ഡ് അൺടു ജെന്റൈൽസ് ബിലീവ് ഓൺ ഇൻ ദ വേൾഡ് റിസീവ്ഡ് അപ്പ് ഇൻ ടു ഗ്ലോറി എക്സീഡിങ് ടു എ ഗ്രേറ്റ് ലോർഡ് ഓഫ് പീസ് ഇവിടെ നമുക്ക് ഒരേ ദൈവമാണ് ജഡരൂപത്തിൽ നമുക്ക് വേണ്ടി ക്രൂശിൽ മരിച്ച് അടക്കപ്പെടേണ്ടതിന് മാത്രമല്ല ആ മരണത്തിന് ശേഷം മൂന്നാം നാൾ ഉയർത്തെഴുന്നേൽക്കേണ്ടതിന് ക്രിസ്തേശു ജഡരൂപം ധരിച്ച് വന്നതെന്ന് നമ്മളെ രക്ഷിക്കാൻ വേണ്ടി വന്നതെന്ന് കാണാൻ കഴിയും ഒന്ന് തിമോഥെയോസിൻ്റെ ലേഖനം നമുക്ക് വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണാൻ കഴിയുന്നു ഒന്നിൻ്റെ 17 നമുക്ക് കാണാൻ കഴിയുന്നത് സബ് സനാതൻ രാജ അർത്ഥതി അവിനാശി अनदेखे अद्वैत परमेश्वर का आदर और महिमा युगायुग होती रहे आमीन नित्य राजावाയ അക്ഷയനും അദൃശ്യനുമായ ഏകദൈവത്തിന് എന്നേക്കും ബഹുമാനം ഫോർ ബദൻ ഹിയോൻ കാർഡർ ലിബർട്ടി ലിവിംഗ് ഗോഡ് ഇസ് റിച്ച്ലി ആൾ തിങ്സ് ബഹുമാനം മാത്രം അവൻ എക്സീഡിങ് നൗ അൺടു ദ കിങ് എറ്റേണൽ ഇമ്മോർട്ടൽ ഇൻവിസിബിൾ ദ ഓൺലി വൈസ് ഗോഡ് ബി ഓണർ ആൻഡ് ഗ്ലോറി ഫോർ അവർ ആൻഡ് ഫോർ ബദൻ ഹിയോൻ കാർഡർ ലിബർട്ടി ലിവിംഗ് ഗോഡ് ഇസ് റിച്ച്ലി ആൾ തിങ്സ് പുള്ളിംഗ് ഡൗൺ സ്ട്രോങ് ഹോൾഡ്സ് ഫോർ അവർ ആൻഡ് അവർ അവൻ എക്സീഡിങ് ലിവിംഗ് ഗോഡ് ഇസ് റിച്ച്ലി ആൾ തിങ്സ് ഇൻ സാല്വേഷൻ ക്രൈസ്റ്റ് ജീസസ് ഫോർ ബദൻ ഹിയോൻ കാൽവട്ടി ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ഫോർ ബദൻ ഹിയോൻ കാൽവട്ടി നൗ അൺ ടു ദ കിങ് എറ്റേണൽ ഇമ്മോർട്ടൽ ഇൻവിസിബിൾ ദ ഓൺലി വൈസ് ഗോഡ് ബി ഓണർ ആൻഡ് ഗ്ലോറി ഫോർ അവർ ആൻഡ് എവർ ആമേൻ പുള്ളിംഗ് ഡൗൺ ഓഫ് എക്സീഡിംഗ് ടു എ ഗ്രേറ്റ് ലോർഡ് ഓഫ് പീസ് ഏകദൈവമേ ഉള്ളൂ എന്നുള്ള അർത്ഥത്തിൽ നമുക്കിവിടെ കാണാൻ കഴിയും ഫോർ ബദൻ ഹിയോൻ കാർഡർ ലിബർട്ടി ഇനി നമുക്ക് ഒന്ന് തിമോഥെയോസിൻ്റെ 6-ാം അധ്യായത്തിൽ നമുക്ക് വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് എന്താണ് पर है परमेश्वर के जन तू इन बातें से भाग और धर्म भक्ति विश्वास प्रेम धीरज और नम्रता की पीछा कर നീയോ ദൈവത്തിൻ്റെ മനുഷ്യനെയുള്ളവയെ അത് വിട്ടോട് നീതി ഭക്തി വിശ്വാസം സ്നേഹം ക്ഷമ സമ്മതി എന്നിവയെ പിന്തുടരുക എന്ന് വെച്ചാൽ ദ്രവ്യാഗ്രഹം വിട്ടോടുക എന്നുള്ള അർത്ഥത്തിൽ ബട്ട് ദൗ ഓ മാൻ ഓഫ് ഗോഡ് ഫ്ലീ ദീസ് തിങ്സ് ആൻഡ് ഫോളോ ആഫ്റ്റർ റൈറ്റസ്നെസ് ഗോഡ്ലിനെസ് ഫെയ്ത്ത് ലവ് പേഷ്യൻസ് മീക്ക്നെസ് വിശ്വാസ് की अच्छी गुस्ती लड़ और उस अनंत जीवन को धर ले जिसके लिए तो बुलाया गया और बहुत गवाहों के सामने अच्छा अंगीकार किया था
വിശ്വാസത്തിന് നല്ല പോർ പൊരുതുക, നിത്യജീവനെ പിടിച്ചൊള്ളുക, അതിനെ നീ വിളിക്കപ്പെട്ട അനേകം സാക്ഷികളുടെ മുമ്പാകെ നല്ല സ്വീകാരം കഴിച്ചുവല്ലോ. ഫൈറ്റ് ദ ഗുഡ് ഫൈറ്റ് ഓഫ് ഫെയ്ത്ത്, ലേ ഹോൾഡ് ഓൺ എറ്റേണൽ ലൈഫ്, വെയർ unto thou art also called and hast thou professed a good profession before many witnesses. मैं तुझे परमेश्वर को जो सबको जीवित रखता है और मसीह यीशु को गवाह कर के जिसने पुंतियुस पिलातुस के सामने अच्छा अंगीकार किया, यह आज्ञा देता हूँ. പുള്ളിംഗ് ഡൗൺ സ്ട്രോങ് ഹോൾഡ്സ്, ലിവിംഗ് ഗോഡ് ഈസ് റിച്ച്ലി ആൾ തിങ്സ് എൻജോയ്. നീ നിഷ്കളങ്കനും നിരപവാദീനുമായി ഈ കൽപ്പന നമ്മുടെ കർത്താവ് യേശുവിൻ്റെ പ്രത്യക്ഷത വരെ പ്രമാണിച്ചു കൊള്ളണം. ഫോർ ബദൻ യോഹൻ കൾവട്ടെ, ഐ ഗീവ് ദി ചാർജ് ഇൻ ദ സൈറ്റ് ഓഫ് ഗോഡ് ഹൂ ക്വിക്കനത്ത് ആൾ തിങ്സ് ആൻഡ് ബിഫോർ ക്രൈസ്റ്റ് ജീസസ് ഹൂ बिफोर पोंतियुस पिलात विटनेस्ड ए गुड कन्फेशन कि तू हमारे प्रभु यीशु मसीह के प्रकट होने तक इस आज्ञा के നിഷ്കളങ്ക ഓർ നിർദോഷ് രക്ക് എന്നിങ്ങനെ സകലത്തെയും ജീവിപ്പിക്കുന്ന ദൈവത്തെയും പെന്തിയോസ് പീലാത്തോസിന് മുമ്പിൽ നല്ല സ്വീകാരം കഴിച്ച ക്രിസ്തയേശുവിനെയും സാക്ഷിച്ച് ഞാൻ നിന്നോട് ആജ്ഞാപിക്കുന്നു. ദാറ്റ് ദൗ കീപ് ദിസ് കമാൻഡ്മെൻറ്റ് വിത്തൗട്ട് സ്പോട്ട് അൺറെബ്യൂക്കബിൾ അണ്ടിൽ ദ അപ്പിയറിംഗ് ഓഫ് അവർ ലോർഡ് ജീസസ് क्राइस्ट जिसे वह ठीक समयों में दिखाएगा, जो परम धन्य और अद्वैत अधिपति और राजाओं का राजा और प्रभुओं का प्रभु है. धन्यनाയ ഏകാധിപതിയും രാജാതിരാജവും കർത്താതികർത്താവും വിച്ച് ഇൻ ഹിസ് ടൈംസ് ഹി ഷാൽ ഷ്യൂ ഹു ഈസ് ദ ബ്ലസ്ഡ് ആൻഡ് ഓൺലി പൊട്ടൻറ്റേറ്റ് ദ കിങ് ഓഫ് കിങ്സ് ആൻഡ് ലോർഡ് ഓഫ് ലോർഡ്സ് और अमरता केवल ओसी की है और वह अगम्य ज्योति में रहता है और न उसे किसी मनुष्य ने देखा और न कभी देख सकता है. उसकी प्रतिष्ठा और राज्य युगायुग रहेगा. आमीन. എക്സിഡിങ് ഗ്രേറ്റ് പീസ്. താൻ മാത്രം അമർത്യതുള്ളവനും അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനും മനുഷ്യരാരും കാണാത്തവനും കാണുവാൻ കഴിയാത്തവനുമായ തക്ക സമയത്ത് ആ പ്രത്യക്ഷത വരുത്ത അവന് ബഹുമാനം നെത്തിവല ഫോർ ബദൻ ഹവൻ കാർഡർ ലിബർട്ടി, അവന് ബഹുമാനം നെത്തിവല ഉണ്ടാകട്ടെ. അവൻ പുള്ളിംഗ് ഡൗൺ ഓഫ് who only hath immortality, dwelling in the light which no man can approach unto, whom no man hath seen nor can see, to whom be honor and power everlasting. Amen. Exceeding pulling down asri peace to for brethren you have counter liberty. ഇവിടെയും നമുക്ക് കാണാൻ കഴിയുന്നത് ഫോർ ബദൻ യോഹൻ ബട്ട് ഏകദൈവമേ ഉള്ളൂ എന്നുള്ള കാര്യമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഏകദൈവത്തിന് തന്നെ പല രൂപത്തിൽ മാനിഫെസ്റ്റ് ചെയ്യാൻ കഴിയും. ഫോർ ബദൻ യോഹൻ കാണ്ടർ ലിബർട്ടി. ഇനി യോഹന്നാൻ്റെ സുവിശേഷം നമുക്ക് 1-ാം അധ്യായത്തിൽ വായിക്കാൻ കഴിയുമ്പോൾ യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് എന്താണെന്ന് നോക്കാം. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ആദി में वचन था और वचन परमेश्वर के साथ था और वचन परमेश्वर था. ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. ഇൻ ദ ബിഗിനിങ് വാസ് ദ വേർഡ് ആൻഡ് ദ വേർഡ് വാസ് വിത്ത് ഗോഡ് ആൻഡ് ദ വേർഡ് വാസ് ഗോഡ്. യഹി ആദി में परमेश्वर के साथ था. അവൻ ആദിയിൽ ദൈവത്തോടു കൂടിയായിരുന്നു. ദ സെയിം മാസ് ഇൻ ദ ബിഗിനിങ് വിത്ത് ഗോഡ്. सब कुछ उसी के द्वारा उत्पन्न हुआ और जो कुछ उत्पन्न हुआ है उसमें से कोई भी वस्तु उसके बिना उत्पन्न न हुई. अस्फ्री पीस यू फोर बदन योहन काल्वटी. सब कुछ उसी के द्वारा उत्पन्न हुआ और जो कुछ उत्पन्न हुआ है उसमें से कोई भी वस्तु उसके बिना उत्पन्न न हुई. സകലവും അദ്ദേഹം മുഖാന്തരം ഉളവായതൊന്നും അദ്ദേഹത്തെ കൂടാതെ ഉളവായതല്ല. ആൻഡ് ഓൾ തിങ്സ് വെയർ മെയ്ഡ് ബൈ ഹിം ആൻഡ് വിത്തൗട്ട് ഹിം വാസ് നോട്ട് എനിത്തിങ് മെയ്ഡ് ദാറ്റ് വാസ് മെയ്ഡ്. उसमें जीवन था और वह जीवन मनुष्यों की ज्योति थी. അദ്ദേഹത്തിൽ ജീവൻ ഉണ്ടായിരുന്നു, ജീവൻ മനുഷ്യൻ്റെ വെളിച്ചമായിരുന്നു. ഇൻ ഹിം വാസ് ലൈഫ് ആൻഡ് ലൈഫ് വാസ് ദ ലൈറ്റ് ഓഫ് മെൻ. और ज्योति अंधकार में चमकती है और अंधकार ने उसे ग्रहण न किया. വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്ന ഇരുളോ അതിനെ പിടിച്ചടക്കില്ല. ആൻഡ് ലൈറ്റ് ഷൈനത്ത് ഇൻ ഡാർക്ക്നെസ് ആൻഡ് ഡാർക്ക്നെസ് കോംപ്രീഹെൻഡഡ് ഇറ്റ് നോട്ട്. ഫോർ ബദൻ യോഹൻ കാൽവട്ടി. അങ്ങനെ നമ്മൾ വായിച്ച് വരുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് എൻ്റെ 9-ാം വാക്യം വായിക്കുമ്പോൾ 5 വരെ നമ്മൾ വായിച്ചു. സച്ചി ജ്യോതി ജോ ഹർ ഏക് മനുഷ്യ കോ പ്രകാശിത് കർത്തി ഹേ ജഗത് മേം ആനെ വാലി ഥി. ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യ വെളിച്ചം ലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു. ദാറ്റ് വാസ് ദ ട്രൂ ലൈറ്റ് വിച്ച് ലൈറ്റത്ത് എവരി മാൻ ദാറ്റ് കമ്മത്ത് ഇൻ ടു ദ വേൾഡ്. വഹ് ജഗത് മേം ഥാ और जगत उसके द्वारा उत्पन्न हुआ और जगत ने उसे नहीं पहचाना. അദ്ദേഹം ലോകത്തിലുണ്ടായിരുന്നു, ലോകം അദ്ദേഹം മുഖാന്തരം ഉളവായി, ലോകം അദ്ദേഹത്തെ അറിഞ്ഞില്ല. ഹി വാസ് ഇൻ ദ വേൾഡ് ആൻഡ് ദ വേൾഡ് വാസ് മെയ്ഡ് ബൈ ഹിം ആൻഡ് ദ വേൾഡ് ന്യൂ ഫോർ ബദൻ യോഹൻ കാണ്ടർ ബട്ട് ന്യൂ ഹിം നോട്ട്. वह अपने घर आया और उसके अपनों ने उसे ग्रहण नहीं किया. അദ്ദേഹം സ്വന്തത്തിലേക്കൊന്നും സ്വന്തമായോ അദ്ദേഹത്തെ കൈക്കൊണ്ടില്ല. ഹി കെയിം അൺ ടു ഹിസ് ഓൺ ആൻഡ് ഹിസ് ഓൺ റിസീവ്ഡ് ഹിം നോട്ട്. ഇവിടെ നമുക്ക് താഴോട്ട് വായിക്കുമ്പോൾ പരന്തു ജിത്നോ
ने उसे ग्रहण किया, उसने उन्हें परमेश्वर के संतान होने का अधिकार दिया, अर्थात उन्हें जो उसके नाम पर विश्वास रखते हैं. പുള്ളിങ് ഡൗൺ ഓഫ് അവനെ കൈക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്ക് ദൈവമക്കളാകുവാൻ അദ്ദേഹം അധികാരം കൊടുത്തു. ബട്ട് ആസ് മെനി ആസ് റിസീവ്ഡ് ഹിം ടു ദം ഗേവ് ഹി പവർ ടു ബിക്കം ദ സൺസ് ഓഫ് ഗോഡ് ഈവൻ ടു ദം ദാറ്റ് ബിലീവ് ഓൺ ഹിസ് നെയിം. फॉर बदन यह कांटर लिबर्टी. वे न तो लोहो से, न शरीर की इच्छा से, न मनुष्य की इच्छा से, परंतु परमेश्वर से उत्पन्न हुई है. അവർ രക്തത്തിൽ നിന്നല്ല, ജഡത്തിൻ്റെ ഇഷ്ടത്താലല്ല, പുരുഷൻ്റെ ഇഷ്ടത്താലുമല്ല, ദൈവത്തിൽ നിന്നത്രേ ജനിച്ചത്. വിച്ച് വെയർ ബോൺ നോട്ട് ഓഫ് ബ്ലഡ്, നോർ ഓഫ് ദി വിൽ ഓഫ് ദി ഫ്ലഷ്, നോർ ഓഫ് ദി വിൽ ഓഫ് मैन, बट ऑफ गॉड. और वचन देहधारी हुआ और अनुग्रह और सच्चाई से परिपूर्ण होकर हम फॉर बदन यह कालबटी पुलिंग डाउन स्टोन हमारे बीच में डेरा किया, और हमने उसकी ऐसी महिमा देखी जैसी पिता के एकलौते की महिमा. ഫോർ ബദൻ യഹോൻ കാൽവട്ടി. വചനം ജഡമായി തീർന്നു, കൃപയും സത്യം നിറഞ്ഞവനെ നമ്മുടെ ഇടയിൽ പാർത്തു. ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ തേജസ് പിതാവിൽ നിന്ന് ഏകജാതനെ അവൻ്റെ തേജസ്സായി കണ്ടു. And the word was made flesh and dwelt among us, and we beheld his glory, and glory as of the only begotten of the Father, full of grace and truth. ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് എന്താണ്? ഫോർ ബദൻ യഹോൻ കാൾഡ് ലിബർട്ടി ആസ്ഫ്രി ഫോർ ബദൻ യഹോൻ കാൽവട്ടി ആസ്ഫ്രി ബി സി. വചനം ജഡമായി തീർന്നുള്ള അർത്ഥത്തിൽ കാണാൻ കഴിയുന്നു. ആദ്യം വചനമായിരുന്ന ദൈവം നമ്മളെ രക്ഷിക്കാൻ വേണ്ടി വചനം ജഡരൂപത്തിൽ വന്നു. കർത്താവ് യേശു ക്രിസ്തു മനുഷ്യരൂപത്തിൽ വന്നു എന്നുള്ള അർത്ഥത്തിൽ കാണാൻ കഴിയുന്നു. ഇവിടെ നമുക്ക് ഏകദൈവമേ ഉള്ളതെന്ന് കാണാൻ കഴിയുന്നു. ദൈവം വന്നതിന് പ്രവർത്തികൾ പലതാണ്, മാനിഫെസ്റ്റേഷൻസ് പലതാണ്. യോഹന്നാൻ്റെ ലേഖനത്തിൽ നമുക്ക് കാണാൻ കഴിയുമ്പോഴത്തേക്കും അർജുന പാസ്റ്റർക്ക് ഒന്ന് വായിച്ച് മനസ്സിലാക്കി തിരുത്തിയിരുന്നെങ്കിൽ കുറച്ച് നന്നായിരുന്നു. ഫോർ ബദൻ യഹോൻ കാൾഡ് ലിബർട്ടി. 2 യോഹന്നാൻ ലേഖനത്തിൽ നമുക്ക് കാണാൻ കഴിയുമ്പോഴത്തേക്കും എന്താണ് കാണാൻ കഴിയുന്നത്? ഫോർ ബദൻ യഹോൻ കാൾഡ് ലിബർട്ടി. അതിൻ്റെ എന്താണ് 7ാമത്തെ വാക്യം വായിക്കുമ്പോൾ 2 യോഹന്നാനിൽ ഒരധ്യായമേ ഉള്ളൂ. ക്യോंकि बहुत से ऐसे फरमाने वाले जगत में निकल आए हैं जो यह नहीं मानते कि यीशु मसीह शरीर में होकर आया. पुलिंग डाउन ऑफ फोर बदन यहोन काल्ड लिबर्टी. लिविंग गॉड इज रिचली ऑल थिंग्स एंजॉय. फोर बदन यहोन काल्ड लिबर्टी. लिविंग गॉड इज रिचली ऑल थिंग्स एंजॉय कि यीशु मसीह शरीर में होकर आया. फरमाने वाला और मसीह का विरोधी यही है. ഫോർ ബദൻ യഹോൻ കാൽവട്ടി. യേശുക്രിസ്തുവിൻ്റെ ജഡത്തിൽ വന്നവനെന്ന് സ്വീകരിക്കാത്ത വഞ്ചകന്മാർ പലരും ലോകത്തിലേക്ക് പുറപ്പെട്ടിരിക്കുന്നുവല്ലോ. വഞ്ചകൻ എതിർ ക്രിസ്തു ഇങ്ങനെയുള്ളവൻ ആകുന്നു. ഫോർ മെനി ഡിസീവേഴ്സ് ആർ എൻറ്റേർഡ് ഇൻ ടു ദ വേൾഡ് ഹു കൺഫസ് നോട്ട് ദാറ്റ് ജീസസ് ക്രൈസ്റ്റ് ഈസ് കം ഇൻ ദ ഫ്ലഷ്. ദിസ് ഈസ് എ ഡിസീവർ ആൻഡ് ആൻ ആൻറ്റി ക്രൈസ്റ്റ്. ഫോർ ബദൻ യഹോൻ കാൾഡ് ലിബർട്ടി. ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് എന്താണ്? ഫോർ ബദൻ യഹോൻ കാൾഡ് ലിബർട്ടി. യേശുക്രിസ്തുവിനെ ജഡത്തിൽ വന്നവനെന്ന് സ്വീകരിക്കാത്ത വഞ്ചകന്മാർ പലരും ലോകത്തിലേക്ക് പുറപ്പെട്ടിരിക്കുന്നുവല്ലോ. വഞ്ചകൻ എതിർ ക്രിസ്തു ഇങ്ങനെയുള്ളവനാകുന്നു. വായിക്കുന്നത് क्योंकि बहुत से ऐसे फरमाने वाले जगत में निकल आए हैं जो यह नहीं मानते कि यीशु मसीह शरीर में होकर आया. फरमाने वाला और मसीह का विरोधी यही है. फोर बदन यहोन काल्वटी. फॉर मेनी डिसीवर्स आर एंटर्ड इन द वर्ल्ड हु कन्फस नॉट दैट जीसस क्राइस्ट इज कम इन द फ्लैश. दिस इज ए डिसीवर एंड एन एंटी क्राइस्ट पुलिंग डाउन फोर बदन यहोन काल्ड लिबर्टी. दिस इज ए डिसीवर एंड एन एंटी क्राइस्ट पुलिंग डाउन स्ट्रॉंगहोल्ड्स. लिविंग गॉड इज रिचली ऑल थिंग्स एंजॉय. For brethren he hold, but it is finished the resurrection and life lays waiters in that of easily visit us. This is a deceiver and an antichrist. ഇവിടെ നമുക്ക് വായിക്കാൻ 2 യോഹന്നാൻ 7ാമത്തെ വാക്യത്തിൽ നമുക്ക് കാണാൻ കഴിയും. 2 യോഹന്നാനിൽ ഒരധ്യായമേ ഉള്ളൂ. ഇവിടെയും നമുക്കെന്താണ്? ഒരു ദൈവമേ ഉള്ളൂ. ആ യേശുക്രിസ്തു വചനം ജഡമായി തീർന്നു, യേശുക്രിസ്തു ജഡത്തിൽ വെളിപ്പെട്ടു എന്നുള്ള അർത്ഥത്തിൽ നമുക്ക് കാണാൻ കഴിയും. ഇതൊക്കെ ഒന്ന് അർജുനൻ പാസ്റ്റർ മനസ്സിലാക്കിയിരുന്നെങ്കിൽ എത്രമാത്രം എളുപ്പമായിരുന്നു. ജനങ്ങളെ ഇങ്ങനെ ദുരുപദേശം പറഞ്ഞ് തെറ്റിക്കണ്ടായിരുന്നു. ഫോർ ബദൻ യഹോൻ കാൾഡ് ലിബർട്ടി. ഇവിടെ അദ്ദേഹം ഉന്നയിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് നമുക്ക് കാണാൻ കഴിയുന്നത്? എന്താണ് 110-ാം സങ്കീർത്തനത്തിൽ അദ്ദേഹത്തെ എന്ത് ചെയ്യുന്നു? അദ്ദേഹം തെറ്റായി വ്യാഖ്യാനിക്കുന്നുള്ളത് മാത്രമേ ഉള്ളൂ. സങ്കീർത്തനം 110:1 എന്താണ്? മേരെ പ്രഭു സേ യഹോവ की वाणी यह है कि तू मेरे दाहिने हाथ बैठ जब तक मैं तेरे शत्रुओं को തേരെ ചരണോ കി ചൗക്കി ന കർ അദു. യഹോവ എൻ്റെ കർത്താവിനോട് അരുളി ചെയ്യുന്നത്, ഞാൻ നിൻ്റെ ശത്രുക്കളെ നിൻ്റെ പാദപീഠമാക്കണം, നീ എൻ്റെ വലത്തുഭാഗത്തിരിക്കുക. ദ ലോർഡ് സെഡ് അൺടു മൈ ലോർഡ്, സിറ്റ് ദൗ അറ്റ് മൈ റൈറ്റ് ഹാൻഡ് അണ്ടിൽ ഐ മേക്ക് ദൈൻ എനിമീസ് ദൈ ഫുട് സ്റ്റൂൾ. ഇവിടെ പറയുന്നത് ഇവിടെയും ഒരിടത്ത് പോലും മനസ്സിലാകുന്നുണ്ടോ? പുതിയ നിയമത്തിലും മത്തായിയും മാർക്കോസിലൊക്കെ അത് കോട്ട് ചെയ്യുന്നുണ്ട്. ഒരിടത്തും യഹോവയെ ദൈവം യേശുക്രിസ്തു രണ്ടാണെന്ന് പറയുന്നില്ല. ദൈവം ജഡരൂപത്തിൽ വന്നു. മാനിഫെസ്റ്റേഷനിൽ ഡിഫറൻസ് ഉണ്ടെന്നുള്ള അർത്ഥം കാണിക്കുന്നു. അതുകൊണ്ടാണല്ലോ എൻ്റെ പിതാവ് എന്നേക്കാൾ വലിയവനെന്ന് പറഞ്ഞത്. എന്ന് വെച്ചാൽ യേശുക്രിസ്തു ഒരേ സമയം പൂർണ്ണ മനുഷ്യനും പൂർണ്ണ ദൈവമാണ്. ആ അർത്ഥത്തിലാണ് പറഞ്ഞത്.
മനസ്സിലാകുന്നുണ്ട്. ദൈവം ഒരുവനാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ മനുഷ്യനും ദൈവമായിട്ട് കമ്പയർ ചെയ്യാനൊന്നുമില്ലെങ്കിലും ഫോർ ബദനി ഹോൺകൾ വട്ടി മാനുഷികമായിട്ട് നമ്മൾ പറയാറില്ലേ. ഫോർ എക്സാമ്പിൾ ഇപ്പം അഭിലാഷ് എന്ന ഞാൻ തന്നെ പത്മിനിയും ഗോപാലകൃഷ്ണൻ അച്ഛനും പത്മിനി അമ്മയ്ക്കും ഞാൻ മകനാണ്. എന്നാൽ വിജിത കേലും ഞാൻ ഭർത്താവാണ്, കുട്ടുമോനും ഞാൻ അച്ഛനാണ്, സ്റ്റുഡൻസിന് ഞാൻ ടീച്ചറാണ്. പക്ഷേ ഒരു അഭിലാഷ് മാത്രമേ അവിടെ വരുന്നുള്ളൂ. എൻ്റെ പേര് അഭിലാഷ് എന്നാണ്. പല അഭിലാഷം അവിടെ വരുന്നില്ല, ഒറ്റ ആളെ വരുന്നുള്ളൂ. അപ്പം മാനിഫെസ്റ്റേഷൻ ഡ്യൂട്ടീസിൽ വ്യത്യാസമുണ്ട്. എനിക്കിപ്പോൾ അമ്മയോടോ അച്ഛനോടോ പെരുമാറുന്നത് പോലെ വിജിതയോട് പെരുമാറപ്പത്തില്ല, വിജിതയോട് പെരുമാറുന്നത് പോലെ കുട്ടുമോനോട് പെരുമാറാൻ പറ്റത്തില്ല. അതുപോലെ ആയിരിക്കണമെന്നല്ല ഞാൻ മറ്റൊരാളിനോട് ഇടപെടുന്നത്. അപ്പോൾ മാനിഫെസ്റ്റേഷൻസിൽ വ്യത്യാസമുണ്ടാകും, പക്ഷേ ഒരു അഭിലാഷമുണ്ട്. അപ്പോൾ ഒന്നുമല്ലായിരിക്കും ഞാൻ പോലും മനുഷ്യനെന്നുള്ള അർത്ഥത്തിൽ അങ്ങനെ പറയാൻ പറ്റും. മനസ്സിലാവുന്നില്ല. അപ്പോൾ അങ്ങനെയെങ്കിൽ ഫെയ്ത്ത്ഫുൾ ക്രിയേറ്ററായ ജീസസ് ക്രൈസ്റ്റിനെ എത്ര അധികം നമുക്ക് കമ്പയർ ചെയ്യാൻ അതിനേക്കാളും എന്താണ് ഫോർ ബദനി ഹോൺ കൽവട്ടി പുള്ളിങ് ഡൗൺ സ്ട്രഗിൾസ് വലുതായിട്ടുള്ള ലോർഡ് ജീസസ് ക്രൈസ്റ്റിന് മനസ്സിലാവുന്നുണ്ടോ? നമ്മുടെ ബുദ്ധിയിൽ മനസ്സിലാക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. ഫോർ ബദനി ഹോൺ കാൾഡർ ലിബർട്ടി. ഇതാണ് അർജുന പാസ്റ്ററിൻ്റെ യഥാർത്ഥ വ്യാഖ്യാനം. ജനങ്ങളെ വെറുതെ വഴിതെറ്റിക്കരുത്. ഫോർ ബദനി ഹോൺ കാൾഡർ ലിബർട്ടി. ഇനി അദ്ദേഹം പറയുന്ന മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം അദ്ദേഹം എന്ത് ചെയ്യുന്നു, കോട്ട് ചെയ്തിട്ട് അതിനെ തെറ്റായി വ്യാഖ്യാനിക്കുന്നു. 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 15-ാം അധ്യായത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് എന്താണ്? അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് എന്താണ്? അതിൻ്റെ 26 വായിക്കുമ്പോഴത്തെ സബ്സെ അന്തിം ബൈരി ജോ നാശിക്കിയ ജായക വഹ് മൃത്യു ഹെ. ഒടുക്കത്തെ ശത്രുവായിട്ട് മരണം നീങ്ങിപ്പോകും. ദ ലാസ്റ്റ് എനിമി ദാറ്റ് ഷാൽ ബി ഡിസ്ട്രോയ്ഡ് ഈസ് ഡെത്ത്. क्योंकि परमेश्वर ने सब कुछ उसके पाँवों तले कर दिया है, परंतु जब वह कहता है कि सब कुछ उसके अधीन कर दिया गया है, फोर बदनी हनगलटी तो प्रत्यक्ष है कि जिसने सब कुछ उसके अधीन कर दिया वह आप अलग रहा. ഫോർ ബദനി ഹോൺപടി സകലത്തെയും അദ്ദേഹത്തിന് കാൽ കീഴാക്കിയിരിക്കുന്നു എന്നുണ്ടല്ലോ. സകലം അദ്ദേഹത്തിന് കീഴ്പ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ സകലത്തെയും കീഴാക്കി കൊടുത്തവൻ ഒഴികെ എത്രയെന്ന് സ്പഷ്ടം. ഫോർ ഹി ഹാത്ത് പുട്ട് ആൾ തിങ്സ് അണ്ടർ ഹിസ് ഫീറ്റ്, ബട്ട് വെൻ ഹി സേയത്ത് ആൾ തിങ്സ് ആർ പുട്ട് അണ്ടർ ഹിം, ഇറ്റ് ഈസ് മാനിഫെസ്റ്റ് ദാറ്റ് ഈസ് accepted which did put all things under him. और जब सब कुछ उसके अधीन हो जाएगा तो पुत्र आप भी उसके अधीन हो जाएगा, जिसने सब कुछ उसके अधीन कर दिया ताकि सब में परमेश्वर ही सब कुछ हो. എന്നാൽ അവന് അദ്ദേഹത്തിന് സകലവും കീഴ്പ്പെട്ടെന്ന് വെച്ചാൽ ദൈവം സകലത്തിന് സകലവും ആകേണ്ടതിന് സൺ താനും സകലവും തനിക്ക് കീഴാക്കി കൊടുത്തവൻ കീഴ്പ്പെട്ടിരിക്കും. ആൻഡ് വെൻ ആൾ തിങ്സ് ഷാൾ ബി സബ്ഡ്യൂഡ് അൺടു ഹിം, then shall the Son also himself be subject unto him that put all things under him, that God may be all in all. ഇവിടെ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യം എന്താണ്? അദ്ദേഹം തെറ്റായിട്ടാണ് വ്യാഖ്യാനിച്ചിരിക്കുന്നത്. ഇവിടെ ഒരിടത്തും എന്താണ് പിതാവും ഫാദറും സണ്ണും രണ്ട് വ്യക്തികളാണെന്ന് പറയുന്നില്ല. എപ്പോഴാണ് എന്താണ് എല്ലാം സകലം അദ്ദേഹത്തിന് കീഴ്പ്പെട്ട് വന്ന ശേഷം എപ്പോഴാണത് ഒടുക്കത്തെ ശത്രുവായിട്ട് മരണം മാറിപ്പോകും എന്നുള്ള പറഞ്ഞിട്ടാണ് അവിടെ പറയുന്നത്. വെളിപ്പാട് പുസ്തകത്തിലേക്ക് നമ്മൾ വരുമ്പോൾ അവിടെ നമുക്ക് അതിൻ്റെ വ്യാഖ്യാനം നമുക്ക് കാണാൻ കഴിയും. അവിടെയും മറ്റൊക്കെ പല കാര്യങ്ങളും മറ്റ് വചനങ്ങൾ എടുക്കുമ്പോഴും നമുക്ക് അതിൻ്റെ വ്യാഖ്യാനം എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ കഴിയും. ഫോർ ബദനി ഹോൺ കാൾഡർ ലിബർട്ടി ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് വെച്ച് കഴിഞ്ഞാൽ വെളിപ്പാട് 21:1 നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കാണാൻ കഴിയുന്നത് വെച്ചാൽ എന്താണ്? फिर मेम ने नए आकाश और नई पृथ्वी को देखा, क्योंकि पहला आकाश और पहली पृथ्वी जाती रही थी और समुद्र भी न रहा. ഞാൻ പുതിയ ആകാശം പുതിയ ഭൂമിയും കണ്ടു. ഒന്നാമത്തെ ആകാശം ഒന്നാമത്തെ ഭൂമി ഒഴിഞ്ഞു പോയി, സമുദ്രം ഇനിയില്ല. ആൻഡ് ഐ സൈ ന്യൂ ഹെവൻ ആൻഡ് ന്യൂ എർത്ത്, ഫോർ ദ ഫസ്റ്റ് ഹെവൻ ആൻഡ് ഫസ്റ്റ് എർത്ത് വെയർ പാസ്ഡ് അവേ ആൻഡ് देयर वाज नो मोर सी. फिर मेम ने पवित्र नगर नए यरूशलेम को स्वर्ग पर से परमेश्वर के पास से उतरते देखा और वह उस दुल्हन के समान थी जो अपने पति के लिए सिंगार किए हो. पुल्लिंग डाउन स्ट्रगल्स. ഫോർ ബദനി ഹോൺപടി പുതിയ യെരൂശലേം എന്ന വിശുദ്ധ നഗരം ഭർത്താവിനെ അലങ്കരിച്ചിട്ടുള്ള മണവാട്ടി പോലെ ഒരുങ്ങി സ്വർഗ്ഗത്തിൽ നിന്ന് ദൈവസന്നിധിയിൽ നിന്ന് ഇറങ്ങുന്നത് ഞാൻ കണ്ടു. ആൻഡ് ഐ ജോൺ സാ ദ ഹോളി സിറ്റി ന്യൂ ജെറുസലേം കമ്മിങ് ഡൗൺ ഫ്രം ഗോഡ് ഔട്ട് ഓഫ് ഹെവൻ പ്രിപ്പയർഡ് ആസ് എ ബ്രൈഡ് അഡോൺഡ് ഫോർ ഹർ ഹസ്ബൻഡ്. फिर मेम ने सिंहासन मेम से किसी को ऊंचे शब्द से यह कहते सुना कि देख परमेश्वर का डेरा मनुष्यों के बीच में है, वह उनके साथ डेरा करेगा और वे उसके लोग होंगे और परमेश्वर आप उनके साथ रहेगा और उनका परमेश्वर होगा. സിംഹാസനത്തിൽ നിന്നൊരു മഹാശബ്ദം പറയുന്നതായി ഞാൻ കേട്ടത്, ഇതാ മനുഷ്യരോടുകൂടി ദൈവത്തിൻ്റെ കൂടാരം, അദ്ദേഹം അവരോടുകൂടി വസിക്കും, അവർ അദ്ദേഹത്തിൻ്റെ ജനമായിരിക്കും, ദൈവം താൻ അവരുടെ ദൈവമായി അവരോട് കൂടെ ഇരിക്കും.
And I heard a great voice out of heaven saying, Behold, the tabernacle of God is with men, and he will dwell with them, and they shall be his people, and God himself shall be with them and be their God. और वह उनकी आंखों से सब आंसू पोंछ डालेगा, और इसके बाद मृत्यु न रहेगी, और न शोक, न बिलाप, न पीड़ा रहेगी, पहली बातें जाती रही. Pulling down of for living God is actually altering for within human Calvary, pulling down a and deliver them through fear of death or all-time lifetime subject one day for within human Calvary, pulling down a stone. സദ്യം അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു കളയും. And God shall wipe away all tears from their eyes, and there shall be no more death, neither sorrow nor crying, neither shall there be any more pain, for the former things are passed away. For within human body. और जो सिंहासन पर बैठा था उसने कहा कि देख, मैं सब कुछ नया कर देता हूँ. फिर उसने कहा कि लिख ले, क्योंकि ये वचन विश्वास के योग्य और सत्य है. डू नॉट सी एट ऑल. फॉर बदन ह्यूमन कॉन्वर्टी लिविंग गॉड, फॉर बदन ह्यूमन काउंटर लिबर्टी, क्योंकि ये वचन फॉर बदन ह्यूमन काउंटर लिबर्टी, पुलिंग डाउन ऑफ स्टोन्स, क्योंकि ये वचन विश्वास के योग्य और सत्य है. पुलिंग डाउन ऑफ living God is richly altering sin joy. Leave confusion the name of peace. War a good warfare, all with and good conscience. Living God is richly altering sin joy. Lord is faithful, he shall establish and keep you from evil. Lord, war a good warfare, holding faith and good conscience. Lord is a spirit, where the spirit of the Lord is a liberty. क्योंकि ये वचन विश्वास के योग्य और सत्य है. Do not see pulling down a strongholds. Leave confusion the name of peace. क्योंकि ये वचन विश्वास के योग्य और सत्य है. इനി മരണം ഉണ്ടാകില്ല, ദുഃഖവും മുറവിളിയും കഷ്ടതയും ഇനി ഉണ്ടാകില്ല. ഒന്നാമത്തേത് കഴിഞ്ഞുപോയി. സിംഹാസനത്തിലിരിക്കുന്നവൻ ഇതാ ഞാൻ സകലവും പുതുതാക്കുന്നു എന്ന് അരുളി ചെയ്ത് എഴുതുക, ഈ വചനം വിശ്വാസയോഗ്യവും സത്യവുമാകുന്നുവെന്ന് അദ്ദേഹം കൽപ്പിച്ചു. ആൻഡ് ഹീ ദാറ്റ് സാറ്റ് അപ്പോൺ ദ ത്രോൺ സെഡ്, ബിഹോൾഡ് ഐ മേക്ക് ആൾ തിങ്സ് ന്യൂ. ആൻഡ് ഹീ സെഡ് അൺടു മീ, റൈറ്റ്, ഫോർ ദീസ് വേർഡ്സ് ആർ ട്രൂ ആൻഡ് ഫെയ്ത്ത്ഫുൾ. ഇനി മറ്റൊരു കാര്യത്തിലേക്ക് നമുക്ക് നോക്കാം. ലൂക്കോസിൻ്റെ സുവിശേഷം, ഇനി അതിലേക്ക് വരുന്നുണ്ട്. ലൂക്കോസിൻ്റെ സുവിശേഷം നമുക്ക് വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് എന്താണ്, അതിൻ്റെ 5 തൊട്ട് നമ്മൾ വായിക്കുമ്പോൾ ലൂക്കോസിൻ്റെ സുവിശേഷം 1:35, स्वर्गदूतने उसको उत्तर दिया कि पवित्र आत्मा तुझ पर उतरेगा और परम प्रधान की सामर्थ्य तुझ पर छाया करेगी, इसलिए वह पवित्र जो उत्पन्न होने वाले हैं परमेश्वर का पुत्र कहलाएगा. അതിന് ദൂതൻ, പവിത്രാത്മ നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിലനിടും, ആകയാൽ ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. ആൻഡ് ദി ഏഞ്ചൽ ആൻസേർഡ് ആൻഡ് സെഡ് unto her, the Holy Ghost shall come upon thee, and the power of the highest shall overshadow thee. Therefore also that holy thing which shall be born of thee shall be called the Son of God. और देख, और तेरी कुटुंबिनी एलिशिबा के भी बुढ़ापे में पुत्र होने वाला, फॉर बदन ह्यूमन कालवटी होने वाला है, फॉर बदन ह्यूमन कालवटी होने वाला है, यह उसका जो बाम्स कहलाती, फॉर बदन ह्यूमन कालवटी बाम्स कहलाती थी, छठवाം മഹീന ഹേ. നിന്റെ ചാർച്ചക്കാരത്തി എലിസബത്ത് വാർദ്ധക്യത്തിൽ ഒരു മകനെ ഗർഭം ധരിച്ചിരിക്കുന്നു, മച്ചി എന്ന് പറഞ്ഞ് വന്നവൾക്ക് ഇത് 6-ാം മാസം. ആൻഡ് ബിഹൾഡ് ദൈ കസിൻ എലിസബത്ത്, ഷീ ഹാത്ത് ആൾസോ കൺസീവ്ഡ് എ സൺ ഇൻ ഹർ ഫോർ ബദൻ ഹാൻ കാൾഡ് ഹർ ലിബർട്ടി, conceived a son in her old age, and this is the 6th month with her who was called barren, क्योंकि जो वचन परमेश्वर की ओर से होता है वह प्रभाव रहित नहीं होता. पुलिंग डाउन ऑफ ഫോർ ബദൻ യു ഹാവ് കാൾഡ് ലിബർട്ടി. ദൈവത്തിന് ഒരു കാര്യം അസാധ്യമല്ലല്ലോ എന്ന് ഉത്തരം പറഞ്ഞു. ഫോർ വിത്ത് ഗോഡ് നത്തിങ് ഷാൾ ബി ഇമ്പോസിബിൾ. ഇനി അതിൻ്റെ താഴോട്ട് മേളിലോട്ട് നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് എന്താണ്, അതിൻ്റെ 31 തൊട്ട് നമുക്ക് വായിക്കുമ്പോൾ അവിടെ കാണാൻ കഴിയുന്നത്, ഓർ ദേക്ക് തൂ ഗർഭവതി ഹോഗി ഓർ തേരെ ഏക്ക്, അതിന് മുമ്പേ ഉള്ളതാണ്, പുത്ര ഉത്പന്ന ഹോഗ തൂ ഉസ്ക നാം ഈശു രഖ്ന, നീ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കും. മറിയോട് പറഞ്ഞതാണ് അവന് ജീസസ് എന്ന് പേര് വിളിക്കണം. ആൻഡ് ബിഹോൾഡ് ദൗ ഷാൽ കൺസീവ് ഇൻ ദൈ വൂം ആൻഡ് ബ്രിങ് ഫോർത്ത് എ സൺ ആൻഡ് ഷാൽ കാൾ ഹിസ് നെയിം ജീസസ്. വഹ് ലിവിംഗ് ഗോഡ് ഇസ് റിച്ച്ലി ആൾട്ടിങ് സിൻ ജോയ്. pulling down strongholds, casting down imaginations, and bring forth a son and shall call his name Jesus. लिविंग गॉड इस रिचली आल्टिंग जो वह महान होगा और परम प्रधान का पुत्र कहलाएगा, और प्रभु परमेश्वर उसके पिता दाऊद का सिंहासन उसको देगा.
അദ്ദേഹം വലിയവനാകും, അത്യുന്നതൻ്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. കർത്താവായ ദൈവം അദ്ദേഹത്തിൻ്റെ പിതാവ് ദാവീദിൻ്റെ സിംഹാസനം അദ്ദേഹത്തിന് കൊടുക്കും. ഹി ഷാൾ ബി ഗ്രേറ്റ് ആൻഡ് ഷാൾ ബി കാൾഡ് ദ സൺ ഓഫ് ദി ഹയസ്റ്റ് ആൻഡ് ദ ലോർഡ് ഗോഡ് ഷാൾ ഗീവ് അൺ ടു ഹിം ദ ത്രോൺ ഓഫ് ഹിസ് ഫാദർ ഡേവിഡ്. ഇനി നമുക്ക് അടുത്തത് വായിക്കാൻ കഴിയുമ്പോഴത്തേക്കും എന്താണ്, ഓർ വഹ് യാക്കോബ് കെ ധരാനെ പർ സദാ രാജ്യ കരേഗ ഓർ ഉസ്കെ രാജ്യ കാ അന്ത് ന ഹോഗ. അദ്ദേഹം യാക്കോബ് ഗ്രഹത്തിന് എന്നേക്കും രാജാവായിരിക്കും, അദ്ദേഹത്തിൻ്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാകില്ലെന്ന് പറഞ്ഞ് എക്സീഡിങ്. ആൻഡ് ഹീ ഷാൾ റെയിൻ ഓവർ ദി ഹൗസ് ഓഫ് ജേക്കബ് ഫോർ എവർ ആൻഡ് ഓഫ് ഹിസ് കിങ്ഡം ദെയർ ഷാൾ ബി നോ എൻഡ്. ഇവിടെ എന്തുകൊണ്ടാണ് അദ്ദേഹം യാക്കോബ് ഗ്രഹത്തിന് എന്നേക്ക് രാജാവായിരിക്കും, അദ്ദേഹത്തിൻ്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാകില്ലെന്ന് പറഞ്ഞത് എന്ന് വെച്ച് കഴിഞ്ഞാൽ പിതാവായ ദൈവം കർത്താവ് യേശു ക്രിസ്തുവും ഒരാളാണെന്നത് വ്യക്തമായി കാണിക്കുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം പിതാവിന് കീഴ്പ്പെട്ട ശേഷം സൺ താനും കീഴ്പ്പെട്ടിരിക്കും എന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ ഇവിടെ ഇങ്ങനെ പറയില്ലായിരുന്നല്ലോ, അദ്ദേഹം യാക്കോബ് ഗ്രഹത്തിന് എന്നേക്കും രാജാവായിരിക്കും, അദ്ദേഹത്തിൻ്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാകുകയില്ല എന്ന് പറഞ്ഞു. ഇന്ന് പറയത്തില്ലല്ലോ. ഫോർ പുള്ളിങ് ഡൗൺ സ്ട്രോങ് ഹോൾഡ്സ് ആൻഡ് ഹീ ഷാൾ റെയിൻ ഓവർ ദി ഹൗസ് ഓഫ് ജേക്കബ് ഫോർ എവർ ആൻഡ് ഓഫ് ഹിസ് കിങ്ഡം ദെയർ ഷാൾ ബി നോ എൻഡ്. ഇനി വെളിപ്പാട് പുസ്തകത്തിൽ നമുക്ക് വായിക്കുമ്പോൾ അവിടെയും കാണാൻ കഴിയുന്ന അർജുനൻ പാസ്റ്റർ പറഞ്ഞിരിക്കുന്ന വ്യാഖ്യാനമല്ല, തെറ്റായ പുത്രൻ സണ്ണ് ദൈവപുത്രൻ യേശുക്രിസ്തു ദൈവപുത്രൻ മാത്രമായിട്ട് ഇങ്ങനെ ഒതുങ്ങിക്കൊണ്ടിരിക്കുന്ന ആ ഒരു തെറ്റായ വ്യാഖ്യാനമല്ല. യേശുക്രിസ്തു തന്നെയാണ് പിതാവായ ദൈവം എന്ന് വ്യക്തമായിട്ട് കാണിക്കുന്നു. ഫോർ ബദനിയോനിൽ വേണ്ടി തെറ്റായ ഉപദേശം പറയല്ലേ അർജുനൻ പാസ്റ്റർ, പുള്ളിങ് ഡൗൺ സ്ട്രോങ് ഹോൾഡ്സ്. നമുക്ക് ഇനി അടുത്തത് വെളിപ്പാട് പുസ്തകത്തിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയുന്നത്, വെളിപ്പാട് പുസ്തകം 11-ാം അധ്യായത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് എന്താണ്, അവിടെ ഫോർ ബദനിയോൻ കാൽവട്ടി അതിൻ്റെ 15 വാക്യം, വെളിപ്പാട് പുസ്തകം 11-ാം അധ്യായത്തിൻ്റെ 15 വാക്യം വായിക്കുമ്പോൾ, അതായത് റെവലേഷൻ ചാപ്റ്റർ 11:15, അതായത് പ്രകാശത്ത് വാക്യ 11:15 നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്, और जब सातवें दूत ने तुरही फूकी तो स्वर्ग में इस विषय के बड़े बड़े शब्द होने लगे कि जगत का राज्य हमारे प्रभु का और उसके मसीह का हो ഫോർ ബദൻ യോൻ കാൽവട്ടി മശീഖ ഹോ ഗയ. 7-ാമത്തെ ദൂതൻ ഓതിപ്പോൾ രോഗരാജ്യത്ത് നമ്മുടെ കർത്താവിന് അദ്ദേഹത്തിന് ക്രിസ്തുവിനായി തീർന്നിരിക്കുന്ന അദ്ദേഹം എന്നേക്കും വാഴുമെന്ന് സ്വർഗ്ഗത്തിലും ആഘോഷം ഉണ്ടായി. ആൻഡ് 7th angel sounded and there were great voices in heaven saying, the kingdoms of this world are become the kingdoms of our Lord and of his Christ, and he shall reign forever and ever. Exceeding living God is richly alting into free peace you for बदलमटी मगरे सदर हैप्पी फादर और वह युगा युग राज करेगा और 24 प्राचीन जो परमेश्वर के सामने अपने अपने सिंहासन पर बैठे थे मुँह के बल गिरकर परमेश्वर को दंडवत करके ദൈവസന്നിധിയിൽ സിംഹാസനങ്ങളിലിരിക്കുന്ന 24 മൂപ്പന്മാർ കവണ്ണുകൊണ്ട് ദൈവത്തെ നമസ്കരിച്ച് പറഞ്ഞത്, ആൻഡ് 420 elders which sat before God on their seats fell upon their faces and worshipped God. यह कहने लगे कि हे सर्वशक्तिमान प्रभु परमेश्वर जो है और जो था, हम तेरा धन्यवाद करते हैं कि तूने अपनी बड़ी सामर्थ्य काम में ലാ കർ രാജ് കിയാഹെ. സർവശക്തിയുള്ള കർത്താവ് ദൈവം ഇരിക്കുന്നവനും ഇരുന്നവനുമായുള്ളവയെ അങ്ങ് ആശക്തി ധരിച്ച് വാഴിക്കാൻ ഞങ്ങൾ അങ്ങ് സ്തുതിക്കുന്നു. സെയിങ് വി ഗീവ് ദി താങ്ക്സ് ഓ ലോർഡ് ഗോഡ് ആൾമൈറ്റി വിച്ച് ആർട്ട് ആൻഡ് വാസ് ആൻഡ് ആർ ടു കം ബിക്കോസ് ദ ഹാസ് ടേക്കൺ ടു ദി ദൈ ഗ്രേറ്റ് പവർ ആൻഡ് ഹാസ് റെയിൻഡ്. ഇവിടെ കാണിക്കുന്ന എന്താണ്, ഫോർ ബദൻ യോൻ കാൾഡർ ലിവിംഗ് ഗോഡ് ഇസ് റിച്ച്ലി ആൾട്ടിങ്സ്. കർത്താവ് യേശു ക്രിസ്തു എന്നേക്കുമായിട്ട് വാഴുന്നതായിട്ടാണ് കാണാൻ കഴിയുന്നത്. ഫോർ ബദൻ പുള്ളിങ് ലിവിംഗ് ഗോഡ് ഇസ് റിച്ച്ലി ആൾട്ടിങ്സ് പുള്ളിങ് ഡോൺ സ്ട്രോങ് ഹോൾഡ്സ് ആൻഡ് വി നോട്ട് എന്തെങ്കിലും ഇതിയൊക്കെ ഉണ്ട്. ഇവിടെയും കർത്താവ് യേശു ക്രിസ്തു പിതാവാദിയെ ഒന്നാണെന്ന് തന്നെയാണ് കാണിക്കുന്നത്. ഇവിടെ ഒന്നും രണ്ട് വ്യക്തികളായിട്ട് കാണിക്കുന്നില്ല. അദ്ദേഹം പറഞ്ഞതുപോലെ യേശു ക്രിസ്തു കീഴ്പ്പെട്ട് സണ്ണായിട്ട് മാത്രം ഇരിക്കുമെങ്കിൽ പിന്നെ അദ്ദേഹത്തിൻ്റെ രാജ്യം എന്നേക്കും ഫോർ ബദൻ യോൻ കാൽവട്ടി, അദ്ദേഹം യാക്കോബ് ഗ്രഹത്തിന് എന്നേക്കും രാജാവായിരിക്കും എന്ന് പറഞ്ഞ എന്തിനാണ്? ഫോർ ബദൻ യോൻ വട്ടി പുള്ളിങ് ഡൗൺ സ്ട്രോങ് ഹോൾഡ്സ്, ക്രിസ്തു എന്നേക്കും വാഴുമെന്ന് പറഞ്ഞ എന്തിനാണ്? പുള്ളിങ് ഡൗൺ സ്ട്രോങ് ഹോൾഡ്സ് ഫോർ ബദൻ യോൻ കാൾഡൻ ഫോർ ബദൻ യോൻ വട്ടി. എൻ്റെ അർജുൻ ഫസ്റ്റ് ജനങ്ങൾ എങ്ങനെ ദുരുപദേശം പറഞ്ഞ് തെറ്റിക്കരുത്. പുള്ളിങ് ഡൗൺ സ്ട്രോങ് ഹോൾഡ്സ് ഫോർ ബദൻ യോൻ കാൽവട്ടി. ആ ഹരീഷ് ബ്രദറിനെയും അമ്മക്കുട്ടി ആൻറ്റിയും ബാക്കി ശാന്ത ആൻറ്റിയും അതുപോലെ തന്നെ അങ്കിളിനെയും ഒന്നും പറഞ്ഞ് തെറ്റിക്കരുത്. അതുപോലെ തന്നെ സ്വന്തം ഭാര്യയും അതുപോലെ മകനെ സുനിൽ ബ്രദറിനെ ഒന്നും പറഞ്ഞ് തെറ്റിക്കരുത്. അവിടെ വരുന്ന അതിഥികളെ പറഞ്ഞ് തെറ്റിക്കരുത്. ഫോർ ബദൻ യോൻ കാൾഡർ ലിബർട്ടി, ഇങ്ങനെയാണോ താങ്കൾ പറയേണ്ടത്? ഫോർ ബദൻ യോൻ കാൾഡർ ലിബർട്ടി ലിവിംഗ് ഗോഡ് ഇസ് റിച്ച്ലി ആൾ തിങ്സ് എൻജോയ്. അതായത് യേശു ക്രിസ്തു എന്താണ് വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്നില്ല, ഒടുക്കത്തെ ശത്രുവായിട്ട് മരണത്തെ മാറ്റിയ ശേഷം യേശു ക്രിസ്തു പിതാവായിട്ടും സണ്ണായിട്ടും അവിടെ ഇരുന്ന് വാഴുമെന്നുള്ള അർത്ഥത്തിലാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അല്ലാതെ യേശു ക്രിസ്തു എന്താണ് സബോർഡിനേറ്റ് എന്നുള്ള അർത്ഥത്തിലല്ല അവിടെ പറയുന്നത്. ഫോർ ബദൻ യോൻ കാൾഡർ ലിബർട്ടി. കാരണം എബ്രായർക്ക് എഴുതിയ ലേഖനത്തിൽ നമുക്ക് വായിക്കാൻ കഴിയുമ്പോൾ എബ്രായർക്ക് എഴുതിയ ലേഖനത്തിൽ എന്താണ് കാണാൻ കഴിയുന്നത്? എബ്രായർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ എന്താണ്
എട്ടാം വാക്യം വായിക്കുമ്പോൾ പരന്തോ പുത്ര സെ कहता है कि परमेश्वर तेरा सिंहासन युगायुग रहेगा തേരെ രാജിക്ക രാജദണ്ഡ് ന്യായിക്ക രാജദണ്ഡ് ഹേ. സണ്ണിനോടോ ദൈവമേ അങ്ങയുടെ സിംഹാസനം എന്നും എന്നേക്കുമുള്ളത് അദ്ദേഹത്തിൻ്റെ രാജ്യത്വത്തിൻ്റെ ചെങ്കോൾ നേരുള്ള ചെങ്കോൾ. ബട്ട് അൺ ടു ദ സൺ ഹീ സേത്ത് ദൈ ത്രോൺ ഓ ഗോഡ് ഈസ് ഫോർ എവർ ആൻഡ് എവർ എ സെപ്റ്റർ ഓഫ് റൈറ്റസ്നെസ് ഈസ് ദ സെപ്റ്റർ ഓഫ് ദൈ കിങ്ഡം फॉर बदन योन कलवटी तूने धर्म से प्रेम और अधर्म से वैर रखा. इस कारण परमेश्वर ने तेरे साथियों से बढ़कर हर्ष रूबी तेल से तुझे अभिषेक किया. पुल्लिंग डाउन ऑफ അങ്ങ് നീതി ഇഷ്ടപ്പെടുകയും ദുഷ്ടത്തെ ദ്വേഷിക്കുകയും ചെയ്തിരിക്കാൻ ദൈവമേ അങ്ങയുടെ ദൈവം അങ്ങയുടെ കൂട്ടുകാരിൽ പരമ അങ്ങ് ആനന്ദ തൈലം കൊണ്ട് അണോയിൻ ചെയ്തിരിക്കുന്നു എന്നും. Thou hast loved righteousness and hated iniquity, therefore God, even thy God, hath anointed thee with the oil of gladness above thy fellows. और यह कि हे प्रभु आदि में तूने पृथ्वी की नेव डाली और स्वर्ग तेरे हाथों की कारीगरी है. കർത്താവെ അങ്ങ് പൂർവ്വകാലത്ത് ഭൂമിക്ക് അടിസ്ഥാനമിട്ടു, ആകാശം അങ്ങയുടെ കൈകളുടെ പ്രവൃത്തിയാകുന്നു. ആൻഡ് ദൗ ലോർഡ് ഇൻ ദ ബിഗിനിങ് ഹാസ് ലേഡ് ദ ഫൗണ്ടേഷൻ ഓഫ് ദി എർത്ത് ആൻഡ് ഹെവൻസ് ആർ ദ വർക്ക്സ് ഓഫ് ദ ഹാൻഡ്സ്. वे तो नाश हो जाएंगे परंतु तू बना रहेगा और वे सब वस्त्र की नई पुराने हो जाएंगे. അവ നശിക്കും, അങ്ങോ നിലനിൽക്കും, അവയെല്ലാം വസ്ത്രം പോലെ പഴകി പോകും. ദേ ഷാൽ പരിഷ് ബട്ട് ദൗ റിമെയിനസ് ആൻഡ് ദേ ആൾ ഷാൽ വാക്സ് ഓൾഡ് ആസ് ഡോത്ത് എ ഗാർമെൻറ്റ് और तू उन्हें चादर की नई लपड़ेगा और वे वस्त्र की नई बदल जाएंगे. पर तू वही है और तेरे വർഷ അന്ത് ന ഹോക. ഉടുപ്പ് പോലെ അങ്ങ് അവയെ ചുരുട്ടും, വസ്ത്രം പോലെ അവ മാറിപ്പോകും, അങ്ങ് അനന്യൻ, അങ്ങയുടെ സംവത്സരങ്ങൾ അവസാനിക്കില്ലെന്നും പറയുന്നു. ആൻഡ് ഫോർ ബദനി ഹോൾമട്ടി ആൻഡ് അസ് എ വെസ്റ്റർ ഷാൾ ദൗ ഫോൾഡ് ദം അപ്പ് ആൻഡ് ദേ ഷാൾ ബി ചേഞ്ച്ഡ് ബട്ട് ദൗ ആർ ദ സെയിം ആൻഡ് ദൈ ഇയേഴ്സ് ഷാൾ നോട്ട് ഫെയിൽ. ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ഫോർ ബദനി ഹോൺ കാർഡർ ലിബർട്ടി ലിവിംഗ് ഗോഡ് ഇസ് റിച്ച്ലി ആൾട്ടിൻസിച്ച് ഓർ സ്വർഗ്ഗദൂതോ മേം സേ. കർത്താവ് യേശു ക്രിസ്തു ദൈവമായിരിക്കുമ്പോൾ തന്നെ ഫോർ ബദനിയുള്ള സൺ ഓഫ് ഗോഡ് കൂടിയാണ്. അതാണ് മാനിഫെസ്റ്റേഷൻ. ഒരു ദൈവമേ ഉള്ളൂ, മാനിഫെസ്റ്റേഷൻസ് ഡിഫറെൻ്റ് ആണ്. ഓർ സ്വർഗ്ഗദൂതോ മേം സേ അപ്പനെ की से कब कहा कि तू मेरे दहिने बैठ जब कि मैं तेरे वैरियों को तेरे पाँवों के नीचे की पीढ़ी न कर दूँ. पुल्लिंग डाउन stones cast down imaginations, do not sit or do not fear, for bother നിങ്ങൾ ബട്ട് ഞാൻ ബി നോട്ട് എന്തെങ്കിലും again the yoke. ഞാൻ അവിടുത്തെ ശത്രുക്കളെ അങ്ങയുടെ പാദപൂടമാക്കോളം അങ്ങൻ്റെ വലത്തുഭാഗത്തിരിക്കാൻ ദൂതന്മാരിൽ ആരോടെങ്കിലും വല്ലപ്പോഴും അരളി ചെയ്തിട്ടുണ്ടോ? ബട്ട് വിച്ച് ഓഫ് ദി ഏഞ്ചൽസ് സെഡ് ഹി അറ്റ് എനി ടൈം സിറ്റ് ഓൺ മൈ റൈറ്റ് ഹാൻഡ് അണ്ടിൽ ഐ മേക്ക് ദൈൻ എനിമീസ് ദൈ ഫുട് സ്റ്റൂൾ. क्या वे सब सेवा टहल करने वाली आत्माएं नहीं जो उद्धार पाने वाले के लिए सेवा करने को भेजी जाती है. फॉर बदनी हन काल्डर लिबर्टी एंड बी नॉट एंडिंग अगेन डॉक्यूमेंट पुलिंग डाउन स्ट्रॉफर्स कैंसिन और इमेजिनेशंस जो उद्धार पाने वाले के लिए सेवा करने को भेजी जाती है. पुलिंग डाउन एक्सीडिंग ചോദിക്കരുത് ലോഡ് പീസ് പുള്ളിംഗ് ഡൗൺ സ്റ്റോൺസ്. അവരൊക്കെ രക്ഷതാക്കളുടെ ശുശ്രൂഷയ്ക്ക് അയക്കപ്പെടുന്ന സേവകാത്മകളല്ലേ? ആർ ദേ നോട്ട് ആൾ മിനിസ്റ്ററിംഗ് സ്പിരിറ്റ് സെൻഡ് ഫോർത്ത് മിനിസ്റ്റർ ഫോർ ദം ഹൂ ഷാൽ ബി ഹെയർസ് ഓഫ് സാൽവേഷൻ. ഫോർ ബദനിയോൾ വഴി ഇവിടെയും കർത്താവ് യേശു ക്രിസ്തുവും പിതാവ് ദൈവം രണ്ട് വ്യക്തികളായിട്ടല്ല ഒരു വ്യക്തിയായിട്ട് തന്നെ കാണുന്നു. മാനിഫെസ്റ്റേഷൻസ് ഡിഫറെൻ്റ് ആണ്. ഫോർ ബദനിയോൺ കാൾഡർ ലിബർട്ടി ഒരേ സമയം യേശു ക്രിസ്തു പിതാവായിട്ട് ഫോർ ബദനിയോൺ കാൾവട്ടി പിതാവ് ദൈവമായിട്ട് ഇരിക്കുമ്പോൾ തന്നെ ദൈവപുത്രനായിട്ട് ഒരിക്കാൻ കഴിയും. അതേസമയം ആത്മരൂപത്തിൽ നമ്മുടെ ഉള്ളിൽ വസിക്കാനും അതേസമയം തന്നെ സ്റ്റാൻഡ് ഫാസ്റ്റ് ലിബർട്ടി ഓർത്ത് ക്രൈസ്റ്റസ് മിനിസ്ട്രി നാമിൻ്റെ അടിമത്തിൽ കുടുങ്ങിപ്പോരുത്. ഫോർ ബദനിയോൺ കാൾവട്ടി ലിവിംഗ് ഗോഡ് ഇസ് റിച്ച്ലി ആൾട്ടിങ്സ് എൻജോയ് സ്വാതന്ത്ര്യത്തിനെ ക്രിസ്തുമേ സ്വതന്ത്രമാക്കി അകലിൽ ഉറച്ചുപിൻ അവൻ്റെ അടിമത്തിൽ കൂടി വരുത്. സ്വാതന്ത്ര്യത്തിനെ ക്രിസ്തുമേ സ്വതന്ത്രമാക്കി അകലിൽ ഉറച്ചുപിൻ അവൻ്റെ അടിമത്തിൽ കൂടി വരുത്. കർത്താവാത്മാവ് അദ്ദേഹത്തിന് ആത്മാവിനടുത്ത് സ്വാതന്ത്ര്യമുണ്ട്. പ്രകൃതിയെ കൺട്രോൾ ചെയ്യുന്ന ഇടിമിന്നൽ അയക്കുന്നവനായും മഴ അയക്കുന്നവനായും അങ്ങനെയുള്ള വ്യക്തിയായിട്ട് ക്രിസ്തീശന് നിലകൊള്ളാൻ കഴിയും. നമ്മളെ സ്വതന്ത്രമാക്കിയ അതേ കർത്താവ് തന്നെ ഫോർ ബദനിയോ പല മാനിഫെസ്റ്റേഷൻസിൽ പ്രകൃതിയിലും പ്രപഞ്ചത്തിലും എന്താണ് ഞാൻ കാണാതെ ഉള്ള ആർക്കെങ്കിലും മറയെ തുളപ്പാൻ കഴിയുമോ? ഞാൻ ഫോർ ബദനിയോ കാൾഡർ ലിബർട്ടി പുള്ളിംഗ് ഡൗൺ സ്റ്റോൺസ് ക്യാൻസിൻ ഡൗൺ ഇമേജിനേഷൻസ് ലിവിംഗ് ഗോഡ് ഇസ് റിച്ച്ലി ആൾട്ടിങ്സ് എൻജോയ് പുള്ളിംഗ് ഡൗൺ സ്റ്റോൺസ് ക്യാൻസിൻ ഡൗൺ ഇമേജിനേഷൻസ് ഫോർ ബദനിയോ കാൾഡർ ലിബർട്ടി ഞാൻ ആകാശഭൂമിയിൽ നിറഞ്ഞു നിൽക്കുന്നവനല്ലേ എന്നുള്ള അർത്ഥത്തിൽ വായിക്കുന്നു.
യിരെമ്യാ പ്രവാചകൻ്റെ പുസ്തകം 23 അപ്രകാരം വായിക്കുന്നു. ഒരേ സമയം തന്നെ സർവ്വവ്യാപിയായും സകല കാലത്തിനും അതീതനായി നിലകൊള്ളുമ്പോൾ തന്നെ ആ കർത്താവ് യേശുക്രിസ്തു ദൈവപുത്രനായി കൂടി നമ്മുടെ ഇടയിൽ വസിക്കുന്നു, നമ്മളെ താങ്ങുന്നു, നമുക്ക് വേണ്ടി ക്രൂസിൽ മരിച്ചടക്കപ്പെട്ട് ആ ഉയർത്തെഴുന്നേറ്റ് നമ്മളെ താങ്ങുന്നു. എൻ്റെ പൊന്നർജുനം പാസ്റ്ററെ, ഇതേ കർത്താവ് യേശുക്രിസ്തു തന്നെയാണ് പിതാവ് ദൈവവും, അതേ കർത്താവ് യേശുക്രിസ്തു തന്നെയാണ് ദൈവപുത്രനും. ബൈബിൾ ഇപ്രകാരം വായിക്കുന്നു, ഫോർ ഇൻ ഹിം ഡ്വെൽസ് ആൾ ദ ഫുൾനെസ് ഓഫ് ഗോഡ് ഹാഡ് ബോഡ്ലി. എല്ലാ വാഴ്ചയ്ക്ക് അധികാരത്തിന് തല അദ്ദേഹത്തിൽ എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിന് തല അദ്ദേഹത്തിൽ നിങ്ങൾ പരിപൂർണ്ണരായിരിക്കുന്നു. പുള്ളിംഗ് ഡൗൺ ഓഫ് സ്ട്രോൾസ്, കാസ്റ്റിംഗ് ഡൗൺ ഇമാജിനേഷൻസ്, ലിവിംഗ് ഗോഡ് ഇസ് റിച്ച്ലി ആൾട്ടിങ്സ് എൻജോയ്, വാർ എ ഗുഡ് വാർഫെയർ, ഹോൾഡിംഗ് ഫെയ്ത്ത് ആൻഡ് ഗുഡ് കൺസേൺസ്. അവിടെ നമുക്ക് നേരത്തെ ഫോർ ബദൻ യു ഹാവ് കാൾഡ് ലിബർട്ടി, ലിവിംഗ് ഗോഡ് ഇസ് റിച്ച്ലി ആൾട്ടിങ്സ് എൻജോയ് നമുക്ക് കാണാൻ കഴിയുന്നത് ഇങ്ങനെയാണ്. എന്താണ്? ഫോർ ഇൻ ഹിം ഡ്വെൽസ് ആൾ ദ ഫുൾനെസ് ഓഫ് ഗോഡ് ബോഡ്ലി. അതായത് അദ്ദേഹത്തിലല്ലോ ദൈവത്തിൻ്റെ സർവ്വസമ്പൂർണ്ണ ദേഹരൂപം വസിക്കുന്നത്. എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിന് തല അദ്ദേഹത്തിൽ നിങ്ങൾ പരിപൂർണ്ണരായിരിക്കുന്നു. ഇവിടെ കർത്താവ് യേശുക്രിസ്തുവിലാണ് എല്ലാ പരിപൂർണ്ണ ദേഹരൂപമായി വസിക്കുന്നത്. അങ്ങനെയെങ്കിൽ ആ കർത്താവ് യേശുക്രിസ്തുവിനെ കേവലം ദൈവപുത്രനായിട്ട് മാത്രം, കേവലം എന്നല്ല, ദൈവപുത്രൻ്റെ മാത്രം താങ്കൾക്ക് എങ്ങനെ ഒതുക്കാൻ കഴിയും? ഫോർ ബദൻ യു ഹാവ് പറ്റി, അതായത് യേശുക്രിസ്തുവിനെ മനുഷ്യനായിട്ട് മാത്രം ഒതുക്കാൻ എങ്ങനെ കഴിയും? യേശുക്രിസ്തുവിനെ സൃഷ്ടി എന്ന് പറഞ്ഞ് ജനങ്ങളെ വഞ്ചിക്കരുത്. ഫോർ ബദൻ യു ഹാവ് കാർഡർ ലിബർട്ടി. യേശുക്രിസ്തു മനുഷ്യൻ മാത്രമല്ല, യേശുക്രിസ്തു പൂർണ്ണ മനുഷ്യനും പൂർണ്ണ ദൈവമാണ്. ഫോർ ഇൻ ഹിം ഡ്വെൽസ് ആൾ ദ ഫുൾനെസ് ഓഫ് ഗോഡ് ബോഡ്ലി. അദ്ദേഹത്തിലോ ദൈവത്തിൻ്റെ സർവ്വസമ്പൂർണ്ണ ദേഹരൂപം വസിക്കുന്നത്. എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിന് തല അദ്ദേഹത്തിൽ നിങ്ങൾ പരിപൂർണ്ണരായിരിക്കുന്നു. അതുകൊണ്ട് കർത്താവ് യേശുക്രിസ്തുവാണ് ക്രൈസ്റ്റ് ഈസ് ആൾ ആൻഡ് ഇന്നസ് ആളെന്നും വായിക്കുന്നു. അപ്പോൾ അത് ഈ ഒരു കാര്യം താങ്കളൊന്ന് മനസ്സിലാക്കണം. ജനങ്ങളെ ഇങ്ങനെ വഴിതെറ്റിക്കരുത്, ജനങ്ങളെ ഇങ്ങനെ കൺഫ്യൂഷനാക്കരുത്. ഫോർ ബദൻ യു ഹാവ് കാൾഡ് ലിബർട്ടി, ലിവിംഗ് ഗോഡ് ഇസ് റിച്ച്ലി ആൾട്ടിങ്സ് എൻജോയ്. അതുകൊണ്ടാണ് കർത്താവ് യേശുക്രിസ്തു നാമത്തിൽ സ്നാനപ്പെടാൻ എന്ത് ചെയ്യുന്നത് പറയുന്നത്. നമുക്ക് വായിക്കാം. പ്രവൃത്തിയുടെ പുസ്തകം 2 എന്താണ് 38 നമുക്ക് വായിക്കുന്ന, പത്രോസ് ने उनसे कहा, मन फिराओ और तुम में से हर एक अपने अपने पापों की क्षमा के लिए यीशु मसीह के नाम से बपतिस्मा ले, तो तुम पवित्र आत्मा का दान पाओगे. फोर बदन यू हैव कॉल्ड लिबर्टी. ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്, പത്രോസിനെ ഉൻസെ കഹ മൻ ഫിറാവോ ഓർ തും മേം സെ ഹർ ഏക് അപ്പനെ അപ്പനെ പാപോം കി ക്ഷമ കെ ലിയെ യേശു മസീഹ് കെ നാം സെ ബാപ്റ്റിസ്മ ലേ, തോ തും പവിത്രാത്മാ കാ ദാൻ പാവോगे. പത്രോസ് അവരോട്, നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാവങ്ങളുടെ മോചനത്തിന് ഓരോരുത്തൻ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പിൻ, എന്നാൽ പവിത്രാത്മാവ് എന്ന ദാനം ലഭിക്കും. ഭീരുത്വത്തിൻ്റെ ആത്മാനല്ല, നാം പിന്നെ ഭയപ്പെടേണ്ടതിന് ബന്ധനത്തിൻ്റെ ആത്മാനല്ല, എന്നാൽ പവിത്രാത്മാവെന്ന ദാനം ലഭിക്കും. ദെൻ പീറ്റർ സെഡ് അൺ ടു ദം, റിപ്പന്റ് ആൻഡ് ബി ബാപ്റ്റൈസ്ഡ് എവരി വൺ ഓഫ് യു ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ് ഫോർ ദ റെമിഷൻ ഓഫ് സിൻസ് ആൻഡ് യു ഷാൾ റിസീവ് ലിവിംഗ് ഗോഡ് ഇസ് റിച്ച്ലി ആൾട്ടിങ്സ് എൻജോയ്, വാർ എ ഗുഡ് വാർഫെയർ, ഹോൾഡ് ഫെയ്ത്ത് ആൻഡ് ഗുഡ് കൺസേൺസ്, പുള്ളിംഗ് ഡൗൺ ഓഫ് സ്ട്രോൾസ്, കാസ്റ്റിംഗ് ഡൗൺ ഇമാജിനേഷൻസ്. ഫോർ ബദൻ യു ഹാവ് കാൾഡ് ആൻഡ് യു ഷാൾ റിസീവ് ദ ഗിഫ്റ്റ് ഓഫ് ദി ഹോളി ഗോസ്റ്റ്, എക്സീഡിംഗ് പുള്ളിംഗ് ദൈവം കൺഫ്യൂഷൻ്റെ ദൈവമല്ല ഒട്ടപ്പി. സ്റ്റാൻഡ് ഫാസ്റ്റ് എന്ന ലിബർട്ടി ഓർത്ത് ക്രൈസ്റ്റസ് മിനിസ്ട്രി നമ്മെ അടിമത്തിൽ കുടുങ്ങിപ്പോരുത്. ലിവിംഗ് ഗോഡ് ഇസ് റിച്ച്ലി ആൾട്ടിങ്സ് കർത്താവാത്മാവെന്ന് അദ്ദേഹത്തിൻ്റെ ഫോർ ബദൻ യു ഹാവ് ബട്ടി, ഫോർ ബദൻ യു ഹാവ് കാൾബട്ടി. ആസ്പ്രി പീസ് ടു, വാർ എ ഗുഡ് വാർഫെയർ, ഓൾവേസ് ഇൻ ഗുഡ് കൺസേൺസ്. കർത്താവാത്മാവെന്ന് അദ്ദേഹത്തിൻ്റെ ആത്മാവിനടുത്ത് സ്വാതന്ത്ര്യമുണ്ട്. എക്സീഡിംഗ് then Peter said unto them, exceeding joy, great Lord of peace. Then Peter said unto them, repent and be baptized every one of you in the name of Lord for brethren you have Calvary. Then Peter said unto them, ചെക്ക് ചെയ്ത് നോക്കുക. ഫോർ ബദൻ യു ഹാവ് കാൾഡ് ലിബർട്ടി. KJV ഇങ്ങനെയാണ് പറയുന്നത്, ഫോർ ബദൻ യു ഹാവ് കാൾഡ് ലിബർട്ടി, ലിവിംഗ് ഗോഡ് ഇസ് റിച്ച്ലി ആൾട്ടിങ്സ് എൻജോയ്. ദെൻ പീറ്റർ സെഡ് അൺടു ദം, റിപ്പന്റ് ആൻഡ് ബി ബാപ്റ്റൈസ്ഡ് എവരി വൺ ഓഫ് യു ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ് ഫോർ ദ റിമിഷൻ ഓഫ് സിൻസ് ആൻഡ് യു ഷാൽ റിസീവ് ദ ഗിഫ്റ്റ് ഓഫ് ദി ഹോളി ഗോസ്റ്റ്, ക്യോംകി यह फोर बदन यू हैव काल्ड लिबर्टी, पुलिंग डाउन स्ट्रगल्स, कैस्टिंग डाउन इमेजिनेशंस, डू नॉट सी एट ऑल, डू नॉट फियर, क्योंकि यह प्रतिज्ञा तुम और तुम्हारी संतानों और उन सब दूर दूर के लोगों के लिए भी है जिनको प्रभु हमारा परमेश्वर अपने पास बुलाएगा. വാഗ്ദത്തം നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും നമ്മുടെ ദൈവമായ കർത്താവ് വിളിച്ചു വരുന്ന ദൂരസ്ഥന്മാരായ ഏവർക്കുള്ളതല്ലോ എന്ന് പറഞ്ഞു. ഫോർ ദ പ്രോമിസ് ഈസ് ആൺ ടു യു ആൻഡ് ടു യുവർ ചിൽഡ്രൻ and to all that are afar off, even as many as the Lord our God shall call. ഇനി അടുത്തത്, ഇവിടെ കർത്താവ് യേശുക്രിസ്തു നാമത്തിൽ സ്നാനപ്പെടണം എന്നുള്ള അർത്ഥത്തിൽ തെളിവാക്കുന്നു. കാരണം ജീസസ് ഫോർ ബദൻ യു ഹാവ്, ജീസസ് തന്നെയാണ് ലോർഡും ക്രൈസ്റ്റും. ഫോർ ബദൻ യു ഹാവ് കാൾഡ് ലിബർട്ടി. നമുക്ക് പ്രവൃത്തിയുടെ പുസ്തകം 8:16 നമുക്കൊന്ന് വായിച്ചു നോക്കാം. ഫോർ ബദൻ യു ഹാവ് കാൾഡ് ലിബർട്ടി 8:16 നമുക്ക് വായിക്കുമ്പോൾ, क्योंकि वह अब तक उनमें से किसी पर न उतरा था, उन्होंने तो केवल प्रभु यीशु में नाम में ബാപ്റ്റിസ്മ ലിയാ ഥ. അന്ന് വരെ അവരിൽ ആരുടെ മേൽ ആത്മ വന്നിരുന്നില്ല, അവർ കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ സ്നാനമേറ്റിരുന്നേ ഉള്ളൂ. ഫോർ as yet he was fallen upon none of them, only
ദേ വെയർ ബാപ്റ്റൈസ്ഡ് ഇൻ ദ നെയിം ഓഫ് ദി ലോർഡ് ജീസസ്. ഇവിടെ എന്താണ് താഴോട്ട് വായിക്കുമ്പോൾ തബ് ഉൻഹോംനെ ഉൻ പർ ഹാത്ത് രഖേ ഓർ ഉന്നോനെ പവിത്ര ആത്മാ പായ. അവർ അവരുടെ മേൽ കൈവച്ചപ്പോൾ അവർക്ക് പരിശുദ്ധാത്മ ലഭിച്ചു. ദെൻ ലെയ്ഡ് ദർ ഹാൻഡ്സ് ഓൺ ദം ആൻഡ് ദേ റിസീവ്ഡ് ദ ഹോളി ഗോസ്റ്റ്. ഇനി 10-ാം അധ്യായത്തിൻ്റെ പ്രവൃത്തിയുടെ പുസ്തകം 10:48 വായിക്കുന്നതിന് മുമ്പേ നമുക്ക് മത്തായി സുവിശേഷം 28:18 മുതൽ നോക്കാം. യേശുവിനെ ഉൻകെ പാസ് ആക്കർ കഹ. അതിൻ്റെ അർത്ഥം എന്താണെന്ന് നോക്കാം. യേശുവിനെ ഉൻകെ പാസ് ആക്കർ കഹ कि स्वर्ग और पृथ्वी का सारा अधिकार मुझे दिया गया है. യേശു അടുത്തുനിന്ന് സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരം എനിക്ക് നൽകപ്പെട്ടിരിക്കുന്ന. ജീസസ് केम एंड स्पेक अनटू them saying all power is given unto me in heaven and in earth. इसलिए तुम जाकर सब जातियों के लोगों को चेला बनाओ और उन्हें पिता और पुत्र और पवित्र आत्मा के नाम से बपतिस्मा दो. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട പിതാവിൻ്റെ പുത്രനെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ലിവിംഗ് ഗോഡ് ഇസ് റിച്ച്ലി എക്സീഡിംഗ് ജോയ് ഗ്രേറ്റ് ലോർഡ് ഓഫ് പീസ് ഫോർ ബദനി ഹോൻ കാൽവറി. ലിവിംഗ് ഗോഡ് ഇസ് റിച്ച്ലി ആൾട്ടിങ്സ് എൻജോയ് സ്റ്റാൻഡ് ഫാസ്റ്റ് ലിബർട്ടി വർത്ത് ക്രൈസ്റ്റസ് മെഡസ് ഫ്രീ നാമിനെ അടിമത്തിൽ കുടുങ്ങി പോരുത്. ഫോർ ബദനി ഹോൻ കാർഡർ ലിബർട്ടി സ്റ്റാൻഡ് ഫാസ്റ്റ് ലിബർട്ടി വർത്ത് ക്രൈസ്റ്റസ് മെഡസ് ഫ്രീ നാമിനെ അടിമത്തിൽ കുടുങ്ങി പോരുത്. സ്വർഗത്തെ ഭൂമിയേറ്റ് യാതൊന്നും ചൊല്ലി സത്യം ചെയ്യരുത്. लिविंग गॉड इज रिचली ऑल थिंग्स एंजॉय एंड डिलीवर दम फॉर बदनी होल बटी एंड डिलीवर दम थ्रू फेयर ऑफ डेथ ऑन लेफ्ट हैंड सब्जेक्ट होंगे. इसलिए तुम जाकर सब जातियों के लोगों को चेला बनाओ और उन्हें पिता और पुत्र और पवित्र आत्मा के नाम से बपतिस्मा दो. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും ഫോർ ബദനി ഹോൺ കാർഡർ ലിബർട്ടി. ലിവിംഗ് ഗോഡ് ഇസ് റിച്ച്ലി ആൾ തിങ്സ് എൻജോയ്. മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവരാകൊണ്ട് താനും വരെപ്പോലെ ജഡരക്തങ്ങളോട് കൂടിയ മരണത്തിനെതിരെ പിശാചിനെ തന്നെ മരണത്താലേക്ക് ജീവനെന്ന മരണഭീതിയിൽ അടിമകളായിരുന്നവരേക്ക് വിളിച്ചു. വാർ എ ഗുഡ് വാർഫെയർ ഹോൾഡ് ഫെയ്ത്ത് ആൻഡ് ഗുഡ് കൺസൈൻസ് ഫോർ ബദനി ഹോൾ ബട്ടി. ലിവിംഗ് ഗോഡ് ഇസ് റിച്ച്ലി ആൾ തിങ്സ് എൻജോയ്. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും go you therefore and teach all nations, baptizing them, pulling down strongholds. Living God is richly all things enjoy. War a good warfare, holding faith and good conscience. Pulling down strongholds, casting down imaginations. Living God is richly all things enjoy. Go you therefore and teach all nations, baptizing them in the name of the Father and of the Son and of the Holy Ghost. ഇവിടെ കർത്താവ് യേശു ക്രിസ്തു പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ്? ഓർ ഉൻഹേം സബ് ബാത്തേം ജോ മേംനെ തുമേ ആജ്ഞാ ദി ഹെ മാന്ന സിഖാओ और देखो और जगत के अंत तक സദൈവ് തുമാരെ സംഘവും. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചൊക്കെയും പ്രമാണിപ്പാൻ തക്കണം ഉപദേശമുണ്ട്. സകല ജാതികളെയും ശിഷ്യരാക്കികളും ഞാനോ ലോകാവസാനത്തുള്ള എല്ലാ നാളും നിങ്ങളോട് കൂടെ ഉണ്ടെന്ന് അരുളി ചെയ്തു. ടീച്ചിങ് ദം ടു ഒബ്സർവ് all things whatsoever I have commanded you, and lo, I am with you always, even unto the end of the world. Amen. Exceeding for within you counter liberty, pulling down strongholds, casting down imaginations, teaching them to observe all things whatsoever I have commanded you, and lo, I am with you always, even unto the end of the world. Amen. Exceeding pulling down strongholds for within you കാൽവറി. ലിവിംഗ് ഗോഡ് ഇസ് റിച്ച്ലി ആൾ തിങ്സ് എൻജോയ്. ഇവിടെ പിതാവിൻ്റെയും സണ്ണിൻ്റെയും പവിത്രാത്മൻ്റെ നാമത്തിൽ എന്ന് പറയുന്നത് ആ നാമങ്ങളിൽ നിന്നല്ല പറയുന്നത്. ഫോർ ബദനി ഹോൺ കാൽവറി. ലിവിംഗ് ഗോഡ് ഇസ് റിച്ച്ലി all things enjoy. Very good gift and living God is richly all things enjoy. Very good gift and perfect it is coming from Father of lights. ഇവിടെ നാമങ്ങളിൽ ഫോർ ബദനി ഹോൺ കാൽവറി എല്ലാം നല്ല ദാനം തികഞ്ഞവരൊക്കെ ഉയരത്തിൽ വെളിച്ചങ്ങളുടെ വിധാനങ്ങളിൽ ഇറങ്ങി വരുന്നു. ഫോർ ബദനി ഹോൺ കാൽവറി. ഇവിടെ നാമങ്ങളിൽ നിന്നല്ല പറയുന്നത്, നാമത്തിൽ നിന്നാണ് പറയുന്നത്. ആ നാമം ഏതാണെന്ന് അന്വേഷിക്കാനുള്ള ചുമതല അർജുനും പാസ്റ്റർ ഉൾപ്പെടെയുള്ള വ്യക്തികൾക്കുണ്ട്. ഡു നോട്ട് സി അറ്റ് ആൾ പുള്ളിംഗ് ഡൗൺ ഓഫ് ആ നാമം ഫോർ ബദനി ഹോൺ കാൽവറി. ലിവിംഗ് ഗോഡ് ഇസ് റിച്ച്ലി ആൾ തിങ്സ് എൻജോയ്. ഫോർ ബദനി ഹോൺ ബട്ടി. ആ നാമം ഏതാണെന്ന് അന്വേഷിക്കാൻ ഫോർ ബദനി ഹോൺ കാർഡർ ലിബർട്ടി. ലിവിംഗ് ഗോഡ് ഇസ് റിച്ച്ലി ആൾ തിങ്സ് എൻജോയ്. ആ നാമം ലിവിംഗ് ഗോഡ് ഇസ് റിച്ച്ലി ആൾ തിങ്സ് എൻജോയ്. വാർ എ ഗുഡ് വാർഫെയർ ഹോൾഡിംഗ് ഫെയ്ത്ത് ആൻഡ് ഗുഡ് കൺസൈൻസ്. ആ നാമം ഏതാണെന്ന് അന്വേഷിക്കാനുള്ള ചുമതല അർജുനും പാസ്റ്റർ ഉൾപ്പെടെയുള്ള ദൈവം കൺഫ്യൂഷൻ്റെ ദൈവമല്ല വട്ട പീസ്. ഒരു കാര്യം മനസ്സിലാക്കണം, ഫോർ ബദനി ഹോൺ കാർഡർ ലിബർട്ടി. അനേകം കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട്. ലിവിംഗ് ഗോഡ് ഇസ് റിച്ച്ലി ആൾ തിങ്സ് എൻജോയ്. ഫോർ ബദനി ഹോൺ കാൽവറി. ഇവിടെ നാമങ്ങളിൽ നിന്നല്ല ആ നാമം ഏതാണെന്ന് മനസ്സിലാക്കാനുള്ള ചുമതല ഉത്തരവാദിത്തം അർജുന പാസ്റ്റർ ഉൾപ്പെടെയുള്ളവർക്കുണ്ട്. നമുക്കത് പഠിക്കാം. ഫോർ ബദനി ഹോൺ കാർഡർ ലിബർട്ടി. പുള്ളിംഗ് എക്സീഡിംഗ് ജോയ് ഗ്രേറ്റ് ലോർഡ് ഓഫ് പീസ്. ലൂക്കോസിൻ്റെ സുവിശേഷം നമുക്ക് ലൂക്കോസിൻ്റെ സുവിശേഷം 24 എന്താണ് 47 വായിക്കുമ്പോൾ ഓർ യെരുശലേം സെ ലേക്കർ സബ് ജാതിയോ മേം മൻ ഫിറാവ് കാ ഓർ പാപോം की क्षमा का प्रचार उसी के नाम से किया. फोर बदनी हॉन कांडर लिबर्टी. പുള്ളിംഗ് ഡൗൺ സ്ട്രോങ്ഹോൾഡ്സ് ഉസി കെ നാം സേ കിയാ ജായക. അദ്ദേഹത്തിൻ്റെ നാമത്തിൽ മാനസാന്തരം പാവമോചനവും യെരുശലേമിൽ തുടങ്ങി സകല ജാതികളും പ്രസംഗിക്കുകയും വേണം എന്നിങ്ങനെ എഴുതിയിരിക്കുന്നു. ആൻഡ് ദാറ്റ് റിപ്പൻറ്റൻസ് ആൻഡ് റെമിഷൻ ഓഫ് സിൻസ് ഷുഡ് ബി പ്രീച്ച്ഡ് ഇൻ ഹിസ് നെയിം എമോങ് ആൾ നേഷൻസ് ബിഗിനിങ് അറ്റ് ജെറുസലേം. ഇവിടെയും നാമത്തിൽ ലോർഡ് ജീസസ് ക്രൈസ്റ്റ് നെയിമിലാണ്
ഫോർ ബദൻ ഇഹോൻ കാൾബട്ടി വാർ എ ഗുഡ് വാർഫെയർ ഹോൾഡി ഫെയ്ത്ത് ആൻഡ് ഗുഡ് കൺസൈൻസ് ലോർഡ് ജീസസ് ക്രൈസ്റ്റിൻ്റെ നെയിമിനെ കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. ഫോർ ബദൻ ഇഹോൻ കാൾബട്ടി ലിവിങ് ഗോഡ് ഇസ് ഫോർ നമുക്കുള്ള മഹാപുരുതൻ നമ്മുടെ ബലഹീനതയിൽ സാധാൻ കാണിപ്പാൻ കഴിയാത്തവനല്ല, പാപം ഒഴികെ സകലത്തിന് നമുക്കതിലിനെ പരീക്ഷിക്കപ്പെട്ടവനത്രേ നമുക്കുള്ളത്. ലിവിങ് ഗോഡ് ഇസ് റിച്ച്ലി ആൾട്ടിങ് ചേഞ്ച് ഫോർ ബദൻ ഇഹോൻ കാൾബട്ടി. ഇവിടെയും കർത്താവ് യേശുക്രിസ്തുവിൻ്റെ നാമത്തെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. ഒരു ദൈവമേ ഉള്ളൂ, ഒരു നാമമേ ഉള്ളൂ, സകല നാമത്തിന് മേലെ നാമം ഒന്നേ ഉള്ളൂ. ആ ദൈവം ഒന്നാണ്. ആ ദൈവത്തിൻ്റെ പല മാനിഫെസ്റ്റേഷൻസ് എന്നുള്ള അർത്ഥത്തിൽ നമുക്ക് ചിന്തിക്കാൻ കഴിയും. അതാണ് ഫാദർ സൺ ആൻഡ് ഹോളി ഗോസ്റ്റ് എന്നുള്ള അർത്ഥത്തിൽ നമുക്ക് ചിന്തിക്കാൻ ഇടയാകും. ഫോർ ബദൻ ഇഹോൻ ആസ്ഫ്രിബി ഫോർ ബദൻ ഇഹോൻ കാൾബട്ടി. അർജുന പാസ്റ്റൊക്കെ ഒന്ന് മനസ്സിലാക്കിയിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു. ഇനി നമുക്ക് പ്രവൃത്തിയുടെ പുസ്തകം ഫോർ ബദൻ ഇഹോൻ കാൾഡർ ലിബർട്ടി താങ്ക് യു ലോർഡ് സേ ജീസസ് ക്രൈസ്റ്റ് 10:48 നമുക്ക് പ്രവൃത്തിയുടെ പുസ്തകം 10-ാം അധ്യായത്തിൻ്റെ 48 വായിക്കുമ്പോൾ അതിൻ്റെ 31 നമുക്ക് ആദ്യം വായിക്കാം. പ്രവൃത്തിയുടെ പുസ്തകം 10:31. യേശുക്രിസ്തു നാമത്തിൽ സ്നാനം എടുക്കുന്ന ദൈവത്തിൻ്റെ ആലോചനകളല്ലേ നമുക്ക് നോക്കാം. ഫോർ ബദൻ ഇഹോൻ കാൾഡർ ലിബർട്ടി तब मेमने तुरंत तेरे पास लोग भेजे और तूने भला किया जो आ गया. अब हम सब यहाँ परमेश्वर के सामने हैं ताकि जो कुछ परमेश्वर ने तुझसे कहा है ഉസേ സുനി. ക്ഷണത്തിൽ ഞാൻ നിൻ്റെ അടുക്കൽ അയച്ചു, നീ വന്നത് ഉപകാരം, കർത്താവ് നിന്നോട് കൽപ്പിച്ചതൊക്കെയും കേൾപ്പാൻ ഞങ്ങൾ എല്ലാവരും ഇവിടെ ദൈവത്തിന് മുമ്പാകെ കൂടിയിരിക്കുന്നു എന്ന് പറഞ്ഞു. Immediately therefore I sent to thee, and thou hast well done that thou art come. Now therefore are we all here present before God to hear all things that are commanded thee of God. എന്നിട്ട് അതിൻ്റെ 48 വായിച്ച് നോക്കി. അതായത് ദൈവത്തിൻ്റെ ആലോചന കേൾക്കാനാണ് അവർ ദൈവത്തിന് മുമ്പ് കൂടിയിരിക്കുന്നതെന്ന് വ്യക്തമാണ്. അപ്പം ഫോർ ബദൻ ഇഹോൻ കർത്താവ് യേശുക്രിസ്തു നാമത്തിൽ സ്നാനപ്പെടുന്ന ദൈവത്തിൻ്റെ ആലോചനയാണ് നമുക്കിവിടെ വായിക്കാം. അതിൻ്റെ 47 വായിക്കുമ്പോൾ എന്താണ് ഫോർ ബദൻ ഇഹോൻ കാൾഡർ ലിബർട്ടി. അതിൻ്റെ എന്താണ് നമുക്ക് 44 വായിക്കുമ്പോൾ പത്രോസ് യെ ബാത്തേം കഹി രഹാ ഥാ कि पवित्रात्मा वजन के सब सुनने वालों पर फोर बदन इहोन काल्डर लिबर्टी लिविंग गॉड इज रिचली आल्टिंग सेंचुरी फोर बदन इहोन बटी उत्तर आया फोर बदन इहोन काल्डर लिबर्टी ഉത്തരായ. ഈ വാക്കുകളെ പത്രോസ് പ്രസ്താവിക്കുമ്പോൾ തന്നെ വചനം കേട്ട എല്ലാവരുടെ മേലും പവിത്രാത്മ വന്നു. വൈൽ പീറ്റർ യെറ്റ് സ്പേക്ക് ദീസ് വേർഡ്സ് ദ ഹോളി ഗോസ്റ്റ് ഫെൽ ഓൺ ആൾ ദം വിച്ച് ഹേർഡ് ദ വേർഡ് ഫോർ ബദൻ ഇഹോൻ കാൾഡർ ലിബർട്ടി. അതൊന്നുകൂടെ വായിക്കാം. വാർ എ ഗുഡ് വാർഫെയർ ഹോൾഡി ഫെയ്ത്ത് ആൻഡ് ഗുഡ് കൺസൈൻസ് കറക്റ്റ് ചെയ്തോണം. പത്രോസ് എ ബാത്തേം കഹ് ഹി രഹത കി പവിത്രാത്മ വചൻ കെ സബ് സുന്നെ വാലോം പർ ഉത്തരായ. ഈ വാക്കുകളെ പത്രോസ് പ്രസ്താവിക്കുമ്പോൾ തന്നെ വചനം കേട്ട എല്ലാവരുടെ മേലും പവിത്രാത്മ വന്നു. വൈൽ പീറ്റർ യെറ്റ് സ്പേക്ക് ദീസ് വേർഡ്സ് ദ ഹോളി ഗോസ്റ്റ് ഫെൽ ഓൺ ആൾ ദം വിച്ച് ഹേർഡ് ദ വേർഡ് ദൈവം വിളിച്ചു വന്ന ദൈവത്തിൽ ഇരട്ടൊട്ടുമില്ല. പുള്ളിംഗ് ടൗൺ ഓഫ് ലിവിംഗ് ഗോഡ് ഇസ് റിച്ച്ലി ആൾട്ടിംഗ് സെഞ്ചുറി ഫോർ ബദൻ ഇഹോൻ കാൾഡർ ലിബർട്ടി. और जितने खतना किए हुए विश्वासी पत्रोस के साथ आए थे वे सब चकित हुए कि अन्य जातियों पर भी पवित्र आत्मा का दान उंडेला गया है. അവർ അന്യഭാഷകൾ സംസാരിക്കുന്ന ദൈവത്തെ മഹത്വീകരിക്കുന്നതും കേൾക്കയാൽ ആൻഡ് ഡേ ഓഫ് ദി സർക്കംസിഷൻ വിച്ച് ബിലീവ്ഡ് വെയർ അസ്റ്റോണിഷ്ഡ്. ഫോർ ബദൻ ഇഹോൻ കാൾഡർ ലിബർട്ടി വാർ എ ഗുഡ് വാർഫെയർ ഹോൾഡി ഫെയ്ത്ത് ആൻഡ് ലിവിംഗ് ഗോഡ് ഇസ് റിച്ച്ലി ആൾട്ടിംഗ് സെഞ്ചുറി വാർ എ ഗുഡ് വാർഫെയർ ഹോൾഡി ഫെയ്ത്ത് ആൻഡ് ഗുഡ് കൺസൈൻസ്. കർത്താവ് ആത്മാവെന്ന് അദ്ദേഹത്തിൻ്റെ ആത്മാവിനടുത്ത് സ്വാതന്ത്ര്യമുണ്ട്. ആൻഡ് ഡേ ഭീരുത്വത്തിൻ്റെ ആത്മാവനല്ല, നാം പിന്നെ ഭയപ്പെടേണ്ട ബന്ധനത്തിൻ്റെ ആത്മാവനല്ല. ഡേ ഓഫ് ദ സർക്കംസിഷൻ വിച്ച് ബിലീവ്ഡ് വെയർ അസ്റ്റോണിഷ്ഡ് ആസ് മെനി ആസ് കെയിം വിത്ത് പീറ്റർ ബിക്കോസ് that on the Gentiles also was poured out the gift of the Holy Ghost क्योंकि उन्हें भांति भांति की भाषा बोलते और परमेश्वर की बड़ाई करते सुना. പത്രോസിനോട് കൂടെ വന്ന പരിച്ഛേദനക്കാരെ വിശ്വാസികൾ പരിശുദ്ധാത്മാവെന്ന ലിവിംഗ് ഗോഡ് ഇസ് റിച്ച്ലി ആൾട്ടിംഗ് സെഞ്ചുറി പുള്ളിംഗ് ഡൗൺ ഓഫ് സ്റ്റോൺസ് കാസിൻ്റെ ഓൺ ഇമേജിനേഷൻസ്. പരിശുദ്ധാത്മാവെന്ന ദാനം ജാതികളുടെ മേലും പകർന്നത് കണ്ട് വിസ്മയിച്ചു. ഫോർ ലിവിംഗ് ഗോഡ് ഇസ് റിച്ച്ലി ആൾട്ടിംഗ് സെഞ്ചുറി സ്റ്റാൻഡ് ഫാസ്റ്റ് ഓൺ ലിബർട്ടി വർത്ത് ക്രൈസിസ് എന്ന സ്ത്രീ നാമിനെ അടിമത്തിൽ കുടുങ്ങിപ്പോരുത്. പത്രോസിനോട് കൂടെ വന്ന പരിച്ഛേദനക്കാരെ വിശ്വാസികൾ പരിശുദ്ധാത്മാവെന്ന ദാനം ജാതികളുടെ മേലും പകർന്നുകൊണ്ട് വിസ്മയിച്ചു. ഫോർ ബദൻ ഇഹോൻ കാൾഡർ ലിബർട്ടി യഹോവയ്ക്ക് ഒരു ആലോചനയില്ല, വിവേകമില്ല. ഫോർ ബദൻ ഇഹോൻ കാൾഡർ ലിബർട്ടി
ലിവിംഗ് ഗോഡ് ഈസ് റിച്ച്ലി ആൾട്ടിങ് സിൻജോയ്. കർത്താവാത്മാവെന്ന് അദ്ദേഹത്തിൻ്റെ ആത്മാവിനടുത്ത് സ്വാതന്ത്ര്യമുണ്ട്. പത്രോസിനോട് കൂടെ ഒന്ന് പരിശോധനക്കാരായ വിശ്വാസികൾ പരിശുദ്ധാത്മാവെന്ന ദാനം ജാതികളുടെ മേലും പകർന്നത് കണ്ട് വിസ്മയിച്ചു. ഫോർ ദേ ഹേഡ് ദം സ്പീക്ക് വിത്ത് ടങ്സ് ആൻഡ് മാഗ്നിഫൈ ഗോഡ്. ദെൻ ആൻസേർഡ് പീറ്റർ, ഇസ് पर पत्रोस ने कहा, क्या कोई जल की रोक कर सकता है कि കർത്താവാത്മാവെന്ന് അദ്ദേഹത്തിൻ്റെ ആത്മാവിനടുത്ത് സ്വാതന്ത്ര്യമുണ്ട്. कि ये बपतिस्मा न पाए जिन्होंने हमारी नाई പവിത്രാത്മാ പായ ഹെ, നമ്മെ പോലെ പരിശുദ്ധാത്മ ലഭിച്ചവരെ സ്നാനം കഴിപ്പിച്ചുകൂടാതെ വണ്ണം കർത്താവാത്മാവെന്ന് അദ്ദേഹത്തിൻ്റെ ആത്മാവിനടുത്ത് സ്വാതന്ത്ര്യമുണ്ട്. വെള്ളം വിലക്കുവാൻ ആർക്ക് കഴിയുമെന്ന് പറഞ്ഞു. ക്യാൻ എനി മാൻ ഫോർബിഡ് വാട്ടർ ദാറ്റ് ദീസ് ഷുഡ് നോട്ട് ബി ദൈവം കൺഫ്യൂഷൻ്റെ ദൈവമല്ല വാട്ടർ ബീസ് ഷുഡ് നോട്ട് ബി ബാപ്റ്റിസ്ഡ് വിച്ച് ഹാവ് റിസീവ്ഡ് ദ ഹോളി ഗോസ്റ്റ് ആസ് വെൽ ആസ് വി और उसने आज्ञा दी कि उन्हें यीशु मसीह ने नाम में बपतिस्मा दिया जाए. तब उन्होंने उससे विनती की कि कुछ दिन हमारे साथ रह. पुलिंग डाउन ऑफ പത്രോസ് അവരെ ജീസസ് ഫോർ ബദനിഹോൻ കാണ്ടർ ലിബർട്ടി. പത്രോസ് അവരെ യേശുക്രിസ്തു നാമത്തിൽ സ്നാനം കഴിപ്പിക്കാൻ കൽപ്പിച്ചു. അവൻ ഫോർ ബദനിഹോൻ കാണ്ടർ ലിബർട്ടി ലിവിംഗ് ഗോഡ് ഈസ് റിച്ച്ലി ആൾട്ടിങ് സിൻജോയ്. അവൻ ചില ദിവസം അവിടെ താമസിക്കാനെന്ന് അവർ അപേക്ഷിച്ചു. ആൻഡ് ഹി കമാൻഡഡ് ദം ടു ബി ബാപ്റ്റിസ്ഡ് ഇൻ ദ നെയിം ഓഫ് ദി ലോർഡ്. ദെൻ പ്രേഡ് ദേ ഹിം ടു ടാരി സർട്ടൻ ഡേയ്സ്. പുള്ളിംഗ് ഡൗൺ ഓഫ് സ്ട്രോൾസ്. ഇനി പ്രവൃത്തിയുടെ പുസ്തകം 19-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമുക്ക് ചില കാര്യങ്ങൾ കാണാൻ കഴിയും. പ്രവൃത്തിയുടെ പുസ്തകം 19 ഫോർ ബദനിഹോൻ കാണ്ടർ ലിബർട്ടി. പ്രവൃത്തിയുടെ പുസ്തകം 19-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോഴും അവിടെ നമുക്ക് ചില കാര്യങ്ങൾ കാണാൻ കഴിയും. 19:1 വായിക്കുമ്പോൾ, ഓർ ജബ് അപ്പുലോസ് കുരിന്തിസ് മേം था तो पौलोस ऊपर से सारे देश से होकर इफिसोस में आया और कई चेलों को देख ഫോർ ബദനിഹോൻ കാണ്ടർ ലിബർട്ടി. കൈ ചേലോം കോ ദേക്കർ. അപ്പലോസ് കൊരിന്തിൽ ഇരിക്കുമ്പോൾ പൗലോസ് ഉൾപ്രദേശങ്ങൾ കൂടെ സഞ്ചരിച്ച് എഫെസോസിലെത്തി ചില ശിഷ്യന്മാരെ കണ്ടു. ആൻഡ് ഇറ്റ് കെയിം ടു പാസ് ദാറ്റ് വൈൽ അപ്പലോസ് വാസ് അറ്റ് കൊരിന്ത് പൗൾ ഹാവിംഗ് പാസ്ഡ് ത്രൂ ദ അപ്പർ കോസ്റ്റ് केम टू एफेसस एंड फाइंडिंग सर्टेन डिसाइपल्स उसने कहा, क्या तुमने विश्वास करते समय पवित्र आत्मा पाया. उन्होंने उससे कहा, കർത്താവാത്മാവെന്ന് അദ്ദേഹത്തിൻ്റെ ആത്മാവിനോട് സ്വാതന്ത്ര്യമുണ്ട്. हमने तो പവിത്രാത്മാ की ചർച്ച ബി നഹീം സുനി. നിങ്ങൾ വിശ്വസിച്ചിട്ട് പവിത്രാത്മാവിനെ പ്രാപിച്ചുവെന്ന് അവരോട് ചോദിച്ചാൽ പവിത്രാത്മ ഉണ്ടെന്ന് പോലും ഞങ്ങൾ കേട്ടിട്ടില്ലെന്ന് അവർ പറഞ്ഞു. ഹീ സെഡ് അൺ ടു ദം, ഹാവ് യു റിസീവ്ഡ് ദ ഹോളി ഗോസ്റ്റ് സിൻസ് യു ബിലീവ്ഡ്. ആൻഡ് ദേ സെഡ് അൺ ടു ഹിം, വി ഹാവ് നോ സോ മച്ച് ആസ് ഹേർഡ് വെദർ ദെയർ ബി എനി ഹോളി ഗോസ്റ്റ്. വി ഹാവ് നോട്ട് സോ മച്ച് ആസ് ഹേർഡ് വെദർ ദെയർ ബി എനി ഹോളി ഗോസ്റ്റ്. उसने लिविंग गॉड इस रिचली आल्टिंग सिंचे. കർത്താവാത്മാവെന്ന് അദ്ദേഹത്തിൻ്റെ ആത്മാവിനോട് സ്വാതന്ത്ര്യമുണ്ട്. വെദർ देयर बी एनी होली गोस्ट. उसने उनसे कहा, तो फिर तुमने किसका बपतिस्मा लिया. उन्होंने कहा, യോഹന്നാ का സ്വർഗത്തെ ഭൂമിയായിട്ട് യാതൊരു ജോലി സത്യം ചെയ്ത് സ്റ്റാൻഡ് ഫാസ്റ്റ് ലിബർട്ടി ഓർത്ത് ക്രൈസിസ് മനസ്സിൽ നാമിനെ അടിമത്തിൽ ഗുണിവരുത്. ഡു നോട്ട് സിയറ്റ് വിയർ യോഹന്നാ കാ ബാപ്റ്റിസ്മ. ഫോർ ബദനിഹോൻ കാണ്ടർ ലിബർട്ടി യോഹന്നാ കാ ബാപ്റ്റിസ്മ എന്നാൽ ഫോർ ബദനിഹോൻ കാൽബർട്ടി യോഹന്നാ കാ ബാപ്റ്റിസ്മ എന്നാൽ ഏതായിരുന്നു. ലിവിംഗ് ഗോഡ് ഈസ് റിച്ച്ലി ആൾട്ടിങ് സിൻജോയ്. ഫോർ ബദനിഹോൻ ബ്ലഡ് എവരി ഗുഡ് ഗിഫ്റ്റ് ആൻഡ് പെർഫെക്റ്റ് ഇറ്റ് ഈസ് കമ്മിങ് ഫ്രം ഫാദർ ഓഫ് ലൈറ്റ്സ്. ഫോർ ബദനിഹോൻ കാണ്ടർ ലിബർട്ടി. उसने उनसे कहा, तो फिर तुमने किसका बैप्टिस्मा लिया. उन्होंने लिविंग गॉड इस रिचली आल्टिंग सिंजोय്. पुलिंग डाउन स्ट्रोंग्स कैंसिंग डाउन इमेजिनेशंस. उसने उनसे कहा, तो फिर तुमने किसका बैप्टिस्मा लिया. उन्होंने कहा, യോഹന്നാ का बैप्टिस्मा. എന്നാൽ ഏതായിരുന്നു നിങ്ങളുടെ സ്നാനമെന്ന് അവൻ അവരോട് ചോദിച്ചാൽ യോഹന്നാൻ്റെ സ്നാനമെന്ന് അവർ പറഞ്ഞു. ആൻഡ് ഹീ സെഡ് അൺ ടു ദം, അൺ ടു വാട്ട് ദെൻ वेयर यू बैप्टिस्ट. एंड दे सेड अनटू जॉन्स बैप्टिज्म. पौलोस ने कहा, യോഹന്നാ ने यह कहकर मन फिराव का बैप्टिस्मा दिया कि जो मेरे बाद आने वाला है उस पर अर्थात ईशु पर विश्वास करना. അതിന് പൗലോസ് യോഹന്നാൻ മാനസാന്തര സ്നാനമത്ര കഴിപ്പിച്ച് തൻ്റെ പിന്നാലെ വരുന്നതിന് ജീസസിൽ വിശ്വസിക്കുന്ന ജനത്തോട് പറഞ്ഞു എന്ന് പറഞ്ഞു. Then said Paul, John verily baptized with the baptism of repentance, saying unto the people that they should believe on him which should come after him, that is on Christ Jesus. यह सुनकर उन्होंने प्रभु यीशु के नाम का बैप्टिस्मा लिया. ഇത് കേട്ടാറെ അവർ കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ സ്നാനമേറ്റു. വെൻ ദേ ഹേർഡ് ദീസ് ദേ വെയർ ബാപ്റ്റൈസ്ഡ് ഇൻ ദ നെയിം ഓഫ് ദി ലോർഡ് ജീസസ്. ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ഒരിക്കൽ സ്നാനമേറ്റിരുന്ന വ്യക്തികൾ കർത്താവ് യേശു ക്രിസ്തു നാമത്തിൽ രണ്ടാമത് സ്നാനം ഏക്കുന്നതായിട്ട് കാണാൻ കഴിയുന്നു. പുള്ളിംഗ് ഡൗൺ സ്ട്രോങ് ഹോൾസ്. ഫോർ ബദനിഹോൻ കാൽബർട്ടി. നമ്മൾ നേരത്തെ പറഞ്ഞുള്ള സ്നാനം ഒന്നാണ്. കർത്താവ് യേശു ക്രിസ്തു നാമത്തിലുള്ള സ്നാനം ഒന്നാണ്. പുള്ളിംഗ് ഡൗൺ സ്ട്രോങ് ഹോൾസ്. അതുകൊണ്ട് എൻ്റെ പൊന്ന അർജുന പാസ്റ്ററെ, ഒരു ദൈവമേ ഉള്ളൂ. ഇങ്ങനെ ഒരു വചനം പറയുമ്പോഴത്തേക്കും അതിൻ്റെ പല വശങ്ങളെ ചേർത്ത് പറയണം. ഒരു ദൈവമേ ഉള്ളൂ, പല മാനിഫെസ്റ്റേഷൻസ് ഉണ്ട്. അത് പറയാതെ
എന്താണ് ഒരു മാനിഫെസ്റ്റേഷൻ മാത്രം പറഞ്ഞ് ഒരു വചനം മാത്രം എടുത്ത് വ്യാഖ്യാനിക്കുന്ന കുഴപ്പമാണ് അർജുന ബസ്സിന് പറ്റിയത്. അതുകൊണ്ട് ഇനിയെങ്കിലും ജനങ്ങളെ വഞ്ചിക്കരിക്കാൻ നോക്കാം. നമുക്ക് വീണ്ടും കാണാം. നമുക്ക് പുള്ളിങ് ഡൗൺ ഓഫ് സ്ട്രോങ് ഹോൾഡ്സ് കുറച്ച് കാര്യങ്ങൾ ലിവിങ് ഗോഡ് ഇസ് റിച്ച്ലി ആൾട്ടിങ് സെഞ്ചുറി നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചിന്തിക്കുവാൻ ഫോർ ബദനി ഹോൾമെഡ് ലിവിങ് ഗോഡ് ഇസ് റിച്ച്ലി ആൾട്ടിങ് സെഞ്ചുറി വാർ എ ഗുഡ് വാർഫെയർ ഹോൾഡി ഫെയ്ത്ത് ആൻഡ് ഗുഡ് കൺസൈൻസ് സ്റ്റാൻഡ് ഫാസ്റ്റ് ലിബർട്ടി വെറുത്ത് ക്രൈസിസ് മെൻസ് ഫ്രീ നാമിനെ അടിമത്തിൽ കൊണ്ടുപോരുത് മൈ പീസ് ലിയൂത്ത് ലെറ്റ് നോട്ട് റൗണ്ട് ടു ഫ്രൈഡ് ചിന്തിക്കാൻ തക്കണം ദൈവകൃപയിൽ ആശ്രയിക്കാം. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ നവംബർ 6-ാം തീയതി ചിന്തിച്ച ചില കാര്യങ്ങളുടെ ബാക്കി ഭാഗങ്ങൾ നമുക്ക് ചിന്തിക്കാം. ഇവിടെ നമുക്ക് ചിന്തിക്കാൻ കഴിയുന്ന ഫോർ ബദനി ഹോൺ കാൽവട്ടി ലിവിങ് ഗോഡ് ഇസ് റിച്ച്ലി ആൾട്ടിങ് സെഞ്ചുറി വാർ എ ഗുഡ് വാർഫെയർ ഹോൾഡ് ഫെയ്ത്ത് ആൻഡ് ഗുഡ് കൺസൈൻസ് ഫോർ ബദനി ഹോൺ കാർഡൽ ലിബർട്ടി. ഗോഡ് ഈസ് വൺ എന്നുള്ള അർത്ഥത്തിലാണ്, ഗോഡ് ഈസ് വൺ എന്നുള്ള വിഷയമാണ് നമ്മൾ ഇരുന്നത്. ഫോർ ബദനി ഹോൺ കാർഡൽ ലിബർട്ടി. അതിൻ്റെ ബാക്കി ഭാഗങ്ങൾ നമുക്ക് നോക്കാം. തമ്മിൽ ബഹുമാനം യോഹന്നാൻ 5